ബാക്ക് ടു അനദർ ക്ലാസ് ഓഫ് മാസ്റ്റേഴ്സ് അക്കാഡമി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ വിവിധ ടൈപ്സുകൾ, സ്കിൽസുകൾ, അതേപോലെ തന്നെ പേർപ്പസുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസ്, എലമെന്റ്സ്, പ്രോസസ്, ബാരിയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് നെറ്റ്വർക്ക് ആൻഡ് മോഡലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. സോ ദ ബേസിക് ഫങ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പർപ്പസ് പഠിച്ച കാര്യങ്ങളൊന്ന് റികളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ടു ഇൻഫോം, എഡ്യൂക്കേറ്റ് അപ്രോച്ച് അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറയുന്ന ആദ്യത്തെ ഫംഗ്ഷൻ, ഇൻഫർമേഷൻ. രണ്ടാമത് പഠിച്ചത് എന്തായിരുന്നു? ടു പെർസുവേഡ് ഓർ ഇൻഫ്ലുവൻസ്. ആ ഫംഗ്ഷൻ ഇവിടെയും വരുന്നുണ്ട്, ബേസിക് ഫംഗ്ഷൻ ആയിട്ട് തന്നെ. പർപ്പസ് തന്നെയാണ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. പിന്നെ മൂന്നാമത് നിങ്ങൾ പഠിച്ചത് എന്തായിരുന്നു? നമുക്ക് എന്റർടൈൻ ചെയ്യാം, അതേപോലെ തന്നെ സ്റ്റിമുലേറ്റ് ചേഞ്ച്. അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഫങ്ഷൻസ് ഉള്ളത്. ഫങ്ഷൻസിൽ കമാൻഡ് ഓർ ഇൻസ്ട്രക്റ്റീവ് ഫങ്ഷൻ, നമ്മളിപ്പോ ഓർഡേഴ്സ്, മെമോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടല്ലോ, അത് കമാൻഡ് ഓർ ഇൻസ്ട്രക്റ്റീവ് ഫങ്ഷനിൽ വരും. അതേപോലെ തന്നെ നമ്മൾ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും, നമ്മുടെ പവർ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ കമാൻഡ് ഓർ ഇൻസ്ട്രക്റ്റീവ് ഫങ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇന്റഗ്രേറ്റീവ് ഫങ്ഷൻ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ഇണക്കി ഉള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ലൈൻ ഡിപ്പാർട്ട്മെന്റ്സ്, നമ്മുടെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്, സോയിൽ സർവേയോ അല്ലെങ്കിൽ സോയിൽ കൺസർവേഷനോ, കൃഷിഭവനിലെ കൃഷിഭവൻ മറ്റുള്ള ഇതുമായിട്ട്, ഓർഗനൈസേഷൻസുമായിട്ട് വളരെയധികം ക്ലോസ് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇത്തരം ബാക്കിയുള്ള ഫംഗ്ഷൻസുകളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ 4 ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർത്തു വെക്കേണ്ടത്: ഇൻഫോം, കമാൻഡ്, കമാൻഡിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻസ്ട്രക്റ്റീവ്, ഇൻഫ്ലുവൻസ് അഥവാ പെർസുവേസീവ്, ഇന്റഗ്രേറ്റീവ് ഫംഗ്ഷൻ. ഇനി ചോദ്യം നമുക്ക് വരാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണെന്ന്. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ടു ഇൻഫ്ലുവൻസ് ഓർ പെർസുവേസീവ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു മോഡൽ തന്നെ ഇറക്കിയിട്ടുണ്ട് സോഷ്യോളജിസ്റ്റ്. അപ്പൊ ഇൻഫ്ലുവൻസ് അഥവാ പെർസുവേസീവ് എന്ന് പറയുന്നതാണ് ബേസിക് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണ് ഘടകങ്ങൾ വരുന്നത്. 4 കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി പഠിക്കണം കേട്ടോ. കമ്മ്യൂണിക്കേറ്റർ അഥവാ സോഴ്സ്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ സോഴ്സ് എന്ന് പറയും, ആരാണോ മെസ്സേജ് പുറപ്പെടുവിക്കുന്നത്, അല്ലെ ആരുടെ കയ്യിലാണോ ഇൻഫർമേഷൻ ഉള്ളത്, അവരെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. സെൻഡർ എന്ന് പറയാറില്ലേ? അപ്പൊ കമ്മ്യൂണിക്കേറ്റർ അഥവാ സോഴ്സ് ഉണ്ട്, പിന്നെ മെസ്സേജ് ഉണ്ട്. മെസ്സേജ് ആണ് അതിന്റെ ഉള്ളടക്കം, ദ ക്രക്സ്. മെസ്സേജ് കഴിഞ്ഞാൽ പിന്നെ അത് സഞ്ചരിക്കാൻ ഒരു ചാനൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫൈനലി അത് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അതിനെയാണ് റിസീവർ എന്ന് പറയുന്നത്. അപ്പൊ സോഴ്സ്, മെസ്സേജ്, ചാനൽ, റിസീവർ എന്ന് പറയുന്ന 4 എലമെന്റ്സ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കമ്മ്യൂണിക്കേറ്റർ ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കീ കമ്മ്യൂണിക്കേറ്റേഴ്സ്. ഈ കീ കമ്മ്യൂണിക്കേറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ഒപ്പീനിയൻ ലീഡേഴ്സ്. ഒപ്പീനിയൻ ലീഡേഴ്സ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരാൾ കൺസൾട്ട് ചെയ്യും. അയാൾ പറയുന്ന അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുകയോ അല്ലെങ്കിൽ വിയോജിക്കുകയോ ചെയ്യും. അപ്പൊ അത്തരത്തിൽ നിങ്ങളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്ന സമയത്ത് കൺസൾട്ട് ചെയ്യുന്ന വ്യക്തികളെയാണ് ഒപ്പീനിയൻ ലീഡേഴ്സ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഒപ്പീനിയൻ ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ എന്ത് പറയും? കീ കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്ന് പറയും. A person in any social system sought out for advice on general or specific topic. ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് തന്നെ എത്രത്തോളം ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അവർ എക്സസൈസ് ചെയ്യുന്നു, അതായത് ഡിഗ്രി ടു വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഇസ് ഏബിൾ ടു ഇൻഫോർമലി ഇൻഫ്ലുവൻസ് അതേഴ്സ്, മറ്റുള്ളവരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ സ്വാധീനിക്കാൻ ഉള്ള ആ ഒരു കഴിവ് എത്രത്തോളം ഉണ്ട്, അവരെ നോളജ് പകർന്നു കൊടുക്കുന്നത്, അവരെ ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ അവരുടെ ഒവേർട്ട് ബിഹേവിയർ. സൈക്കോളജിയിൽ നമുക്ക് കൊവേർട്ട് ഉണ്ട്, ഒവേർട്ട് ബിഹേവിയർ ഉണ്ട്. മനുഷ്യന്മാരുടെ ചിന്താഗതി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലത് അവർ പ്രകടിപ്പിക്കും, ചിലത് ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയില്ലേ, ചിരിച്ചുകൊണ്ട് കൊല്ലുക എന്നൊക്കെ പറയില്ലേ? സോ ആ രീതിയിൽ നമ്മൾ ഉള്ളിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ചില സ്വഭാവത്തിനെയാണ് ഒവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. കൊവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു സാധനം എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ അത് അവർ എടുക്കും, അത് പൊട്ടിക്കണം തോന്നിക്കഴിഞ്ഞാൽ അവർ പൊട്ടിക്കും, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്ന് അവർ പ്രകടിപ്പിക്കും, സന്തോഷം വന്ന് പ്രകടിപ്പിക്കും. നമ്മളെ പോലെ അഡൽട്സിനെ പോലെ ഉള്ളിലെല്ലാം ഒതുക്കി നടക്കുന്ന ആൾക്കാരല്ല കുട്ടികൾ. അപ്പൊ അങ്ങനെ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കൊവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് കുട്ടികൾക്ക് മാത്രമല്ല കൊവേർട്ട് ബിഹേവിയർ, നമ്മളും പുറത്ത് മറ്റുള്ളവരോട് കാണിക്കുന്ന രീതികൾ, അതിനെയാണ് കൊവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ
ഓവേർട്ട് ബിഹേവിയർ, നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് മറ്റു പല വ്യക്തികളോടും തോന്നുന്ന ആ ഒരു കാഴ്ചപ്പാട്, അതിനെയൊക്കെ സ്വാധീനിക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് ഒപ്പീനിയൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ഒരു ഒപ്പീനിയൻ ലീഡറിനോട് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അയാളെ എന്ത് പറയും? അപ്പൊ അയാളെ നമ്മൾ മോണോമോർഫിക് ഒപ്പീനിയൻ ലീഡർ എന്ന് പറയും. എന്നുവെച്ചോ മോണോ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്. ഇനി പല വിഷയങ്ങളെ കുറിച്ച് അയാൾക്ക് നോളജ് ഉണ്ട്, അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ പോളിമോർഫിക് ഒപ്പീനിയൻ ലീഡർ എന്ന് പറയും. അപ്പൊ മനസ്സിലായോ? പോളി എന്ന് പറഞ്ഞാൽ കുറെ ടോപ്പിക്സ്, മോണോ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വിഷയം. അപ്പൊ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചോദ്യം വരാം. അപ്പൊ നമുക്ക് എങ്ങനെ ഈ കീ കമ്മ്യൂണിക്കേറ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യും? അതിനു മുന്നേ എന്തുകൊണ്ട് ഈ കീ കമ്മ്യൂണിക്കേറ്റേഴ്സ് ഇത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് ഞാൻ പറയട്ടെ. നമ്മളിപ്പോ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ആ ഒരു പരിപാടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. അത് നാട്ടിലുള്ള എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം, അല്ലെ? നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും, കൃഷിഭവൻ ത്രൂ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടും. പക്ഷെ എന്നാലും ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന കർഷകരുണ്ട്. എന്നുവെച്ചാൽ അയാൾക്ക് ആ ഒരു കർഷകന്റെ മുകളിലുള്ള സ്വാധീനം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ അയാൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സന്മനസ് കർഷകന് കൂടുതലായിരിക്കാം. സപ്പോസ് വാർഡ് മെമ്പർ പറഞ്ഞുകൊണ്ട് മാത്രം വരുന്ന ആൾക്കാരുണ്ടാവും, പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ചില പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കർഷകർ, അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലാസ്സിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും. സോ അങ്ങനെ പല രീതിയിലാണ് ഇൻഫ്ലുവൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഓരോ ആൾക്കാർക്കും ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കീ കമ്മ്യൂണിക്കേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മള് ആയിട്ട് പോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഇത്തരത്തിലുള്ള പ്രോഗ്രസീവ് ഫാമേഴ്സ്, കീ കമ്മ്യൂണിക്കേറ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫാമേഴ്സും കീ കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ചിലപ്പോൾ ടെക്നോളജി വാങ്ങിക്കൽ മാത്രമായിരിക്കും, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും നാട്ടിലുള്ള ആൾക്കാരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സേവനത്തിനെ കുറിച്ചോ അവരറിയിക്കില്ല. അപ്പം മറ്റുള്ള കർഷകർ ഇത് അറിയാതെ പോകും. നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ട് വളരെ ശ്രദ്ധയോടെ സെലക്ട് ചെയ്യേണ്ട ആൾക്കാരാണ് കീ കമ്മ്യൂണിക്കേറ്റേഴ്സ്. അപ്പൊ ഈ നാട്ടിലുള്ള കീ കമ്മ്യൂണിക്കേറ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ 3 ടെക്നിക്ക് ഉണ്ട് കേട്ടോ. ഒന്ന് സോഷ്യോമെട്രിക് ടെക്നിക്, 2 സെൽഫ് ഡെസിഗ്നേറ്റിംഗ് മെത്തേഡ്, 3 കീ ഇൻഫർമേഷൻ മെത്തേഡ്. ഇപ്പൊ സോഷ്യോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ആൾക്കാരോട് റാൻഡം ആയിട്ട് ചോദിക്കുന്നു. ഒരു ഗ്രൂപ്പ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ അഭിപ്രായമാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുക. അവർ റാൻഡം ആയിട്ട് കുറച്ച് ഫിഗേഴ്സിന്റെ പേരുകൾ പറയും. അങ്ങനെ നമുക്ക് ആ നാട്ടില് കുറച്ചും കൂടെ സ്വാധീനം ചെലുത്തുന്ന ആൾക്കാരായിരിക്കാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് സോഷ്യോമെട്രിക് ടെക്നിക്. സെൽഫ് ഡെസിഗ്നേറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോം പോലെ തരും. അതിനകത്ത് നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള സിമിലർ ലൈനിൽ ലീഡർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യനെയർ ഉണ്ട്. ക്വസ്റ്റ്യൻ ഉള്ള ആ ഫോമിന് പറയുന്ന പേരാണ് ക്വസ്റ്റ്യനെയർ. അപ്പൊ ആ ക്വസ്റ്റ്യനെയർ നമ്മൾ എന്ത് ചെയ്യും? ആർക്കൊക്കെയോ വന്നിരിക്കുന്ന ട്രെയിനിങ് അവർക്കൊക്കെ കൊടുക്കും. അപ്പൊ അവരിങ്ങനെ സമയമില്ല, അപ്പൊ അതുകൊണ്ട് ലീഡർ ആവാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ഇന്റർപ്രിട്ടേഷൻ വരും. ചിലപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് കൂടുതൽ പരിപാടികളായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുമ്പം എന്റെ പങ്കാളിത്തം കൂടെ ഉറപ്പുവരുത്താം, അങ്ങനെ ആ രീതിയിൽ ഉള്ള ചോദ്യങ്ങൾക്ക് നമ്മളൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്ന പോലെ കൊടുക്കും. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി വരുന്ന സമയത്ത് അവർക്ക് എത്രയാണോ സ്കോർ വന്നത് അതിന്റെ ബേസിസിൽ അയാൾ നല്ലൊരു ലീഡർ ആണോ അല്ലയോ എന്നുള്ളത് ചൂസ് ചെയ്യും. സെൽഫ് ഡെസിഗ്നേറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് രീതി. മനസ്സിലായല്ലോ? അപ്പൊ സെൽഫ് ഡെസിഗ്നേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നല്ലൊരു ലീഡർ ആണെന്നുള്ളത് നമ്മൾ മാർക്ക് ഇടുക. ആ ടോട്ടൽ മാർക്സ് കിട്ടുന്നതിന്റെ ബേസിസിൽ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുക. മൂന്നാമത്തെ മെത്തേഡ് കീ ഇൻഫോർമേഷൻ മെത്തേഡ്. നിങ്ങൾ റാവയൊക്കെ കണ്ടക്ട് ചെയ്ത സമയത്ത് വില്ലേജിലേക്ക് ഇതുപോലെ ആ ബൗണ്ടറിയും ആ ഏരിയയൊന്നും ചുറ്റി പരിചയപ്പെടുത്തി നടത്താൻ ഒരു കീ ഇൻഫോർമേഷൻ നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ചിലപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കാം, ചിലപ്പോൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കാം. അപ്പൊ അങ്ങനെ ആ നാടിനെ പറ്റി നല്ല പോലെ അറിയാവുന്ന ഒരാളുണ്ട് അല്ലെ, കീ ഇൻഫോർമേഷൻ. അപ്പൊ കീ ഇൻഫോർമൻസിനോട് നമ്മൾ ചോദിക്കാം,
ആരായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ എന്നുള്ളത് ചോദിക്കുമ്പം അവരെന്ത് ചെയ്യും, കുറച്ച് പേരുകൾ സജസ്റ്റ് ചെയ്യും. അതാണ് കീ ഇൻഫർമേഷൻ മെത്തേഡ്. ഇപ്പൊ സോഷ്യോമെട്രിക് എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് ആരോട് ചോദിക്കുന്നത്. സെൽഫ് ഡെസിഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം എത്രത്തോളം നമ്മളൊരു നല്ല ലീഡർ ആണെന്ന് വിലയിരുത്തുന്നത്. കീ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള കുറച്ച് ഹോൾഡ് ഉള്ള അല്ലെങ്കിൽ അത്ര ഇൻഫ്ലുവൻസ് ഉള്ള കീ ഇൻഫർമേഷനോട് നമ്മൾ ചോദിക്കുന്നു. അവർ ആക്ച്വലി മറ്റു പല പേരുകളും സജസ്റ്റ് ചെയ്യുന്നു. ചില സിറ്റുവേഷൻസിൽ കീ ഇൻഫർമേഷൻസും ഒപ്പീനിയൻ ലീഡേഴ്സ് ഒക്കെ കീ കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിട്ടൊക്കെ മാറാട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് കീ കമ്മ്യൂണിക്കേറ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് 3 ടെക്നിക്. പിന്നെ നമ്മൾ സോഴ്സ് മെസ്സേജ് തരുന്ന ആള്, ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാനാണ് കമ്മ്യൂണിക്കേറ്റർ, ബിക്കോസ് എന്റെ അടുത്ത് നിന്നാണ് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്. നിങ്ങളാണ് റിസീവർ, എൻഡ് യൂസേഴ്സ്. അപ്പൊ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സോഴ്സ് എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആണ്, കോമ്പിറ്റന്റ് ആണ് എന്ന് റിസീവർ പെർസീവ് ചെയ്യുന്ന ആ ഒരു ഡിഗ്രി, അതിനെയാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളാകുന്ന എൻഡ് യൂസേഴ്സ് ഞാൻ തരുന്ന ക്ലാസ് എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ്, എത്രത്തോളം കോമ്പീറ്റന്റ് ആണെന്ന് വിശ്വസിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിബിലിറ്റി. മെസ്സേജ് നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ ക്രെഡിബിൾ ആയിരിക്കണം. ആസ് എൻ അഗ്രികൾച്ചർ ഓഫീസർ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് പക്കയായിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. അതേപോലെ തന്നെ വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ട് വേണം നിങ്ങൾ മെസ്സേജുകൾ കൈമാറാനായിട്ട്. അപ്പൊ ആ ഒരു ഡിഗ്രീന്ന് പറയുന്ന പേരാണ് ക്രെഡിബിലിറ്റി. ഇനി അടുത്തത് നമുക്ക് മെസ്സേജ് എന്താന്ന് നോക്കാം. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് സോഴ്സ് എൻകോഡർ. അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണോ, എന്ത് കാര്യത്തിനെയാണോ മറ്റൊരു റിസീവറിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ആ ഒരു ആക്ച്വൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്താണോ അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ബെർലോ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് മെസ്സേജിന് 3 ഡയമെൻഷൻസ് ഇട്ട് കൊടുത്തു കേട്ടോ. ഡയമെൻഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. കോഡ് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. കോഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് സിഗ്നൽസ്. ഇത് ഞാൻ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാം. ഈ എക്സാം ഹാളിൽ കോപ്പി അടിക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് സിഗ്നൽസും കാര്യങ്ങളൊക്കെ കുട്ടികൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ലെങ്കിൽ കണ്ണടച്ച് കാണിക്കും, ഇതല്ല ആൻസർ എന്ന് പറയും. ലാബിൽ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മുടെ ബോഡി പുറപ്പെടുവിക്കുന്ന സിഗ്നൽസ്, അതിനെയാണ് കോഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് പല ഡിഫറെന്റ് ടൈപ്സുകളൊക്കെ പഠിച്ചു അല്ലേ? നമ്മുടെ ജെസ്റ്റേഴ്സും അതുപോലെയുള്ള പല കാര്യങ്ങളും പഠിച്ചില്ലേ? അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റം ഓഫ് സിഗ്നൽസിനെയാണ് കോഡ് എന്ന് പറയുന്നത്. പിന്നെ ഓഡിയൻസിന് റെലവെന്റ് ആയിട്ടുള്ള എന്ത് കണ്ടന്റ് ആണോ ആ മെസ്സേജിൽ ഉള്ളത് അതിനെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് എന്ത് കാര്യമാണോ റെലവെന്റ് ആയിരിക്കുന്നത് അത് കണ്ടന്റ്. ആ മെസ്സേജിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് ബെർലോന്റെ മോഡൽ പഠിക്കുമ്പോൾ ഒരു എലമെന്റും ഒരു സ്ട്രക്ചറിനെ പറ്റിയും കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. പക്ഷെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യം ഉണ്ടെന്ന് നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കുക കേട്ടോ. കോഡ് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇനി മെസ്സേജിന്റെ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിസ്റ്റോർഷൻ. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് വരാവുന്ന ചോദ്യം, ആ ഒരു ഏരിയ ആണ് ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജിന് എന്തൊക്കെയോ രൂപമാറ്റം സംഭവിച്ചു അല്ലെ? നമ്മളൊരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഫിഗർ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു കളിപ്പാട്ടം അല്ലെ, അതിന് എന്തൊക്കെയോ രൂപമാറ്റങ്ങൾ സംഭവിച്ചു, അതിന് അപാകത സംഭവിച്ചു എന്ന് പറയില്ലേ? അങ്ങനെയാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം വരുന്നത്. അത് 3 ടൈപ്പ് ഉണ്ട്. സിസ്റ്റമാറ്റിക് അഥവാ സ്ട്രെച്ച് ഡിസ്റ്റോർഷൻ ഉണ്ട്, മിറാഷ് ഡിസ്റ്റോർഷൻ ഉണ്ട്, ഫോഗ് ഡിസ്റ്റോർഷൻ ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. സിസ്റ്റമാറ്റിക് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത് ഇൻഫർമേഷൻ ഒന്നും നഷ്ടപ്പെടില്ല, പക്ഷെ അതിനെന്തൊക്കെയോ ചേഞ്ച്, ഒരു പുതിയ ഉടുപ്പിട്ട് ഇറക്കിയ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊന്ന് രൂപമാറ്റം വരുത്തുന്നു. അതായത് ബേസിക്കലി തെങ്ങ് കൃഷിയെ കുറിച്ച് CPCRI ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ RARS പിലിക്കോട് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. KVK കാസർഗോഡ് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തുനിന്നും ആക്ച്വലി ഒരു ബുള്ളറ്റിൻ ബുക്ക് എന്തെങ്കിലും റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ നമ്മളൊരു ക്ലാസ് ഓർഗനൈസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ആൾക്കാരിലേക്ക് അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എത്തിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ അതിനെ റീഓർഗനൈസ് ചെയ്യും. അപ്പൊ അവിടെ ഇൻഫർമേഷൻ ഒന്നും നഷ്ടപ്പെടുന്നില്ല, നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഡെലിവർ ചെയ്യുന്നില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപത്തിൽ ആ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ റീഓർഗനൈസ് ചെയ്യും. ഇതാണ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ചെയ്യുന്ന ഒരു ഡിസ്റ്റോർഷൻ. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എക്സ്റ്റൻഷൻ പ്രൊഫഷണൽസ് ചെയ്യുന്ന ഡിസ്റ്റോർഷൻ ഏതാണ്, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വർക്കിന് കൂടുതൽ സഹായകരമാവുന്ന ഡിസ്റ്റോർഷൻ ഏതാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം പറയണം സിസ്റ്റമാറ്റിക് അഥവാ സ്ട്രെച്ച്. അതിന് നീട്ടി വലിക്കുക എന്നുള്ളതാണ് അർത്ഥം. സിസ്റ്റമാറ്റിക് ഓർ സ്ട്രെച്ച് ഡിസ്റ്റോർഷൻ ആണ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ ഡിസ്റ്റോർഷൻ ഫോഗ് ഡിസ്റ്റോർഷൻ. ഒരു കോടയുള്ള പ്രദേശത്തൂടെ നിങ്ങൾ വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? മുമ്പിലുള്ള വണ്ടി കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? അപ്പൊ
ഹലോ. അപ്പൊ ചില പാർട്ട് ഓഫ് ഇൻഫർമേഷൻ അത് ലോസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെയാണ് ഫോഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്തത് മിറാഷ്. മിറാഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ലോസ് ഓഫ് മെസ്സേജ് മാക്സിമം ഉള്ളത്. അതായത് എക്സ്ട്രാ അൺവാണ്ടഡ് ഇൻഫർമേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. നമ്മൾ പറയുന്നില്ലേ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നപ്പോ ഇതൊന്നും ആയിരുന്നില്ല പറഞ്ഞത്, പക്ഷെ ലാസ്റ്റ് റിസീവറിന്റെ അടുത്ത് എത്തിയപ്പോ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ. അപ്പൊ ഈ മസാലകൾ വരുന്നത്, അപ്പൊ ഏറ്റവും കൂടുതൽ മെസ്സേജ് നഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് മിറാഷ് എന്ന് പറയുന്നത്. ഫോഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോട വന്ന പോലെ തന്നെ കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു, പക്ഷെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ്. മിറാഷ് വന്നപ്പോഴോ, മിറാഷ് എന്താ പ്രക്രിയ, നമ്മുടെ ഡെസേർട്ടിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് വളരെയധികം ചൂട്, വെയിലൊക്കെ ആയിട്ട് വളരെയധികം ചൂട് അനുഭവിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇല്ലാത്തൊരു പ്രക്രിയ ഉണ്ടെന്ന് കാണും അല്ലെ. അവിടെ വെള്ളമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഇല്ലാത്തത് കാണുന്നു, മെസ്സേജ് നഷ്ടപ്പെടുന്നു, അതായത് എക്സ്ട്രാ അൺവാണ്ടഡ് ഇൻഫർമേഷൻ ഒക്കെ സപ്ലൈ ചെയ്യുന്നു. ഇതിനാണ് മിറാഷ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ 3 ഡിസ്റ്റോർഷൻസ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ഉണ്ട്, ഫോഗ് ഉണ്ട്, മിറാഷ് ഉണ്ട്. അടുത്തത് ചാനൽ. ചാനൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബ്രിഡ്ജ്. നമ്മളൊരു പാലം ഇട്ടിട്ടല്ലേ നമ്മൾ രണ്ട് ഏരിയ കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ മെസ്സേജ് എന്ത് ചെയ്യണം, സോഴ്സിൽ നിന്ന് റിസീവറിലേക്ക് എത്താനുള്ള ആ ഒരു പാലം, അതിനെയാണ് എന്ത് പറയുന്നത്, ചാനൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിഷൻ ലൈനുകൾ ഉപയോഗിക്കാം. നമ്മളിപ്പോ ചിലപ്പോൾ വാട്സപ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ് റൂം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് മീഡിയം ആണോ സെലക്ട് ചെയ്യുന്നത് അത് ചാനലാണ്. അപ്പൊ ഈ ചാനലിന്റെ കൂടെ ഇടയ്ക്ക് വരുന്ന ഒരു സാധനമാണ് ഈ നോയ്സ് എന്ന് പറയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാക്ടർ, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു എക്സ്ട്രാ ആയിട്ടുള്ള സാധനമാണ് നോയ്സ് എന്ന് പറയുന്നത്, ഓർത്തു വെക്കുക. ഇനി ചാനൽ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കണം. ലോക്കലൈറ്റ്, കോസ്മോപൊളൈറ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ പേഴ്സണൽ ലോക്കലൈറ്റും പേഴ്സണൽ കോസ്മോപൊളൈറ്റ്, ഇംപേഴ്സണൽ കോസ്മോപൊളൈറ്റ് എന്ന് പറഞ്ഞ 3 ടൈപ്പ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പേഴ്സണൽ ലോക്കലൈറ്റ് ആദ്യം എന്താന്ന് നോക്കാം. പേഴ്സണൽ ലോക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ലീഡേഴ്സ് അതിന്റെ ഒരു ഉദാഹരണമാണ്. ലോക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ നാട്ടിലുള്ള ആൾക്കാർ നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും, പേഴ്സണൽ ലോക്കലൈറ്റ് എന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നെയ്ബേഴ്സ് ആയിരിക്കാം, ഒപ്പീനിയൻ ലീഡേഴ്സ് ആവട്ടെ, ആ സോഷ്യൽ സിസ്റ്റത്തിൽ തന്നെ ജനിച്ചു വളർന്ന ആൾക്കാർ, നമുക്ക് ഇൻഫർമേഷൻ കൈമാറുന്ന ആൾക്കാരെ നമ്മൾ പേഴ്സണൽ ലോക്കലൈറ്റ് എന്ന് പറയും. പിന്നെ പേഴ്സണൽ കോസ്മോപൊളൈറ്റ് ഉണ്ട്, അതായത് പുറമേന്ന് വന്നിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ തരുന്ന ആൾക്കാരെ പേഴ്സണൽ കോസ്മോപൊളൈറ്റ് എന്ന് പറയും. പേഴ്സണൽ ഫേസ് ടു ഫേസ് കോണ്ടാക്ടിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് പേഴ്സണൽ കോസ്മോപൊളൈറ്റ്. നമ്മൾ അതിന് ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് എക്സ്റ്റൻഷൻ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ കോസ്മോപൊളൈറ്റ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇംപേഴ്സണൽ കോസ്മോപൊളൈറ്റ് ഉണ്ട്, അതാരാണ്, പുറമേ നിന്നുള്ള ചാനൽ. കോസ്മോപൊളൈറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് എന്ന് ഓർത്തു വെക്കാം. ഈ ചാനലിനായിട്ട് ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഒന്നും ഏർപ്പെടുന്നില്ല. നമ്മുടെ മാസ് മീഡിയ, റേഡിയോ, TV വഴിയുള്ള പ്രോഗ്രാംസ് എല്ലാ ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ടിൽ വരുന്നുണ്ടോ, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിൽ വരുന്നുണ്ടോ, ഇല്ല. അത്തരത്തിലുള്ളവരെ ഇംപേഴ്സണൽ കോസ്മോപൊളൈറ്റ് എന്ന് പറയും. അപ്പൊ പേഴ്സണൽ ലോക്കലൈറ്റ് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, ഒപ്പീനിയൻ ലീഡേഴ്സിനെ ഓർക്കുക. പേഴ്സണൽ കോസ്മോപൊളൈറ്റ് എന്ന് പറയുന്ന സമയത്ത് എക്സ്റ്റൻഷൻ പ്രൊഫഷണൽ ഓർക്കുക. ഇംപേഴ്സണൽ കോസ്മോപൊളൈറ്റിന് അർത്ഥം മാസ് മീഡിയ പോലെയുള്ള ചാനൽ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ചാനൽ, മാസ് മീഡിയക്ക് ഒരു ട്രാൻസിയന്റ് നേച്ചർ ആണുള്ളത്. മാസ് മീഡിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർപേഴ്സണൽ ചാനലാണ്. അപ്പൊ മാസ് മീഡിയയിലൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് അല്ലേ കിട്ടുള്ളൂ. ഇന്റർപേഴ്സണൽ ചാനലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പം അപ്പൊ തന്നെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും. അപ്പൊ അത്തരം കാര്യങ്ങളും ഓർത്തു വെക്കാം. ലാസ്റ്റത്തെ എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് റിസീവർ, കൺസ്യൂമർ ഓഫ് മെസ്സേജ് അല്ലെ. ആരാണ് ഈ മെസ്സേജ് കൺസ്യൂം ചെയ്യുന്നത്, ആരുടെ അടുത്താണോ ഇത് ലാസ്റ്റ് പോയി എത്തുന്നത്, അവരെയാണ് റിസീവർ എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവർ ആണ്. ബിക്കോസ് നമ്മുടെ ടാർഗറ്റ് ആ റിസീവറിന്റെ ഒക്കെ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യുന്ന എലമെന്റ് ആരാണെന്ന് ചോദ്യം വരാറുണ്ട്. ഓഡിയൻസ് റെസ്പോൺസ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ആണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ടെർമിനേറ്റിംഗ് എലമെന്റ്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു വൺ വേർഡ് ആണ്. പിന്നെ ചോദിക്കാറുള്ള ഒരു കാര്യം, ഓഡിയൻസ് സെഗ്മെന്റേഷൻ എന്താണ്? സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻസെക്ടിന്റെ ബോഡി ആക്ച്വലി സെഗ്മെന്റ്സ് ഡിവൈഡ് ചെയ്യുന്നു പാർട്സുകളായിട്ട്. ഇപ്പൊ നമ്മുടെ ശരീരം
ഹെഡ്, ബോഡി, ഹെഡ്, ഹാൻഡ്സ്, ലെഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബോഡി പാർട്സ് പഠിക്കുന്നില്ലേ, അതേപോലെ തന്നെ പല സെഗ്മെന്റ്സുകൾ ഉണ്ടാവും ഇൻസെക്ടിന്റെ ബോഡിയിൽ. അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ വളരെ ഹെട്രോഫിലസ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് നമുക്കുള്ളത്. അവരൊക്കെ ആവശ്യങ്ങൾ പലതായിരിക്കും. ചില ആൾക്കാർക്ക് പ്രിസിഷൻ, സെൻസർ ബേസ്ഡ് ടെക്നോളജി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെയുള്ള കംപ്ലീറ്റ്ലി മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഇതിനെപ്പറ്റി അറിയാനായിരിക്കും താല്പര്യം. ചില വിഭാഗം കർഷകർക്ക് ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് അറിയാനായിരിക്കും താല്പര്യം. ചില കർഷകർക്കോ വളരെ പ്രോഫിറ്റ് ഇന്റൻസീവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികളെ കുറിച്ചായിരിക്കും പഠിക്കാൻ താല്പര്യം. നാച്ചുറൽ ഫാമിംഗ് ആയിരിക്കും ചിലവർക്ക്. അപ്പൊ ഇങ്ങനെ പല മോട്ടിവേഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഹൈഡ്രോപോണിക്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ട്രെയിനിങ്, അല്ലെങ്കിൽ ഹൈബ്രിഡ് തേങ്ങയുടെ പ്രൊഡക്ഷൻ രീതി, നഴ്സറി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു 1000 ആൾക്കാരുണ്ടെങ്കിൽ അവരെ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മൾ അവരെ എന്ത് ചെയ്തു, സെഗ്മെന്റ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് ആ ഗ്രൂപ്പിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. റിലേറ്റീവ്ലി ഹോമോഫിലസ് ആയിട്ടുള്ള സബ് ഓഡിയൻസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ഓഡിയൻസിന്റെ ആവശ്യമുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഓഡിയൻസ് സെഗ്മെന്റേഷൻ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി എളുപ്പം നടക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ്. പിന്നെ ആക്ഷൻ, റിയാക്ഷൻ, ഇന്റർ ഡിപ്പെൻഡൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലി അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് അവിടെ എന്താവുന്നത്, പൂർണ്ണമാവുന്നത്. അപ്പൊ ആക്ഷൻ, റിയാക്ഷൻ, ഇന്റർ ഡിപ്പെൻഡൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയും. ഫീഡ്ബാക്ക് എപ്പോഴും സോഴ്സ് ഓറിയന്റഡ് ആണെന്ന് ഓർത്ത് നോക്കുക. അതും വേണമെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചോദിക്കാം കേട്ടോ. ഇനി റിസീവറിന് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ റിസീവർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടാർഗറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. ഈ റിസീവറിന് ഈ ഒരു പൊസിഷൻ കൊടുക്കാനായിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. റിസീവറിന്റെ ഭാഗത്ത് സെലക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സെലക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ടിവിറ്റി 3 തരത്തിലാണ് കേട്ടോ. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഒന്ന് സെലക്ടീവ് എക്സ്പോഷർ. സെലക്ടീവ് എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ കാര്യങ്ങളോട് എക്സ്പോസ് ചെയ്യാനുള്ള ടെൻഡൻസി അത് ഡിഫർ ചെയ്യും. ഇപ്പം എനിക്ക് എന്റെ വിശ്വാസങ്ങളും എനിക്ക് എന്റെ ഐഡിയാസുകളും ഉണ്ട്. അതുമായിട്ട് ഒത്തുചേരുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു സംഭാഷണം, അതുമായിട്ട് സിങ്ക് ആവാനായിട്ട് ഞാൻ ശ്രമിക്കും. നേരെ മറിച്ച് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയം, എനിക്ക് ഒട്ടും അറിയാത്ത ഒരു വിഷയത്തില് ഞാൻ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അതിൽ ഞാൻ അധികം ഇൻട്രസ്റ്റഡും ആയിരിക്കില്ല. ശരിയല്ലേ? നിങ്ങൾ ഓരോരുത്തർക്കും ആ ഒരു പ്രശ്നമുണ്ട്. അതിനെയാണ് നമ്മൾ സെലക്ടീവ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു, അതുമായിട്ട് ഒത്തുചേരുള്ളൂ, അല്ലെങ്കിൽ അതുമായിട്ട് എക്സ്പോസ് ആവാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. അതിനെയാണ് സെലക്ടീവ് എക്സ്പോഷർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം സെലക്ടീവ് പെർസെപ്ഷൻ. സെലക്ടീവ് പെർസെപ്ഷൻ ഇത് നിങ്ങൾ വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ സിബ്ലിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളോട് ഒരു കാര്യം അച്ഛനും അമ്മയും പറഞ്ഞു, അതേപോലെ തന്നെയാണ് നിങ്ങളുടെ അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിനോടോ പറഞ്ഞത്. പക്ഷെ രണ്ടുപേരും രണ്ട് രീതിയിലെടുത്ത്, ഈവൻ ട്വിൻസ് ആണെങ്കിൽ പോലും രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത്. ശരിയല്ലേ? അതേപോലെ തന്നെ പല വ്യക്തികളും പല രീതിയിലാണ് മെസ്സേജിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അഥവാ പെർസീവ് ചെയ്യുന്നത്. ഒരേ മെസ്സേജ് ആയിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കുന്നു, പക്ഷെ അവരുടെ ധാരണകൾ, പെർസെപ്ഷൻ ആക്ച്വലി രണ്ട് രീതിയിൽ പോവാം. ഇത് നമ്മൾ ആക്ച്വലി പെർസെപ്ഷൻ സൈക്കോളജിയിൽ പഠിപ്പിക്കുന്നത് കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട്. നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവും. ഒരു ആനയുടെ പിക്ചർ പോലെയും ഒരു കോണിഫറസ് ഫോറസ്റ്റ് പോലെയൊക്കെ കാണിക്കും, അല്ലെങ്കിൽ ഒരു ഗിറ്റാർ വായിക്കുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മേനെ പോലെയോ, അല്ലെങ്കിൽ ഒരു ലേഡി ബോയിനെ പോലെ, എന്നിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും ഓപ്പോസിറ്റ് ആയിട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു. നിങ്ങൾ ആദ്യം എന്താണ് കാണുന്നത്? വാസ് ആണോ കാണുന്നത്, അല്ലെങ്കിൽ ചെസ്സിലെ കരുക്കളാണോ കാണുന്നത്? അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മുടെ മനസ്സിലുള്ള പല തോട്ട്സുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ആയിരുന്നു കേട്ടോ അത്. സൈക്കോളജിയിലെ ഇപ്പോഴും റെലവെന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ അത് പെർസെപ്ഷൻ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ ഞാൻ പറയാനുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മെസ്സേജുമായിട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പല പെർസെപ്ഷൻ അതിനെ കുറിച്ച് ഉണ്ടാകും. അതിനെയാണ് സെലക്ടീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സെലക്ടീവ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പല മെസ്സേജുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നു. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതി എങ്ങനെയാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. സെലക്ടീവ് റിട്ടൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർത്തു വെക്കും, ചില ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ മറന്നു. ആൻഡ് ആവറേജ് പേഴ്സന്റെ റിട്ടൻഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ലെക്ചർ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, അപ്പൊ ലെക്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യില് തലയില് 50% മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ആ ക്ലാസ് കഴിഞ്ഞ് ഒരു 48 മണിക്കൂർ 2 ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് കേട്ടതിന്റെ 10% മാത്രമേ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇത്
ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലൊക്കെ ക്യാഷ് മെമ്മറി എന്ന് കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റിലേക്കാണ് നമ്മുടെ ബ്രെയിൻ ഇത് ആക്ച്വലി കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് അത്ര ആയുസുള്ളത് പെട്ടെന്ന് എന്താവും, വളറ്റൈൽ ആണ്, അത് നമ്മുടെ തലേന്ന് പോകും. സെലക്റ്റീവ് റിട്ടൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന ഇൻഫർമേഷൻസ് മാത്രം നമ്മൾ റീറ്റെയിൻ ചെയ്യും, മറ്റേതൊക്കെ നമ്മൾ തള്ളിക്കളയും അല്ലെങ്കിൽ ഒഴിവാക്കും. ഇതിനെയാണ് സെലക്റ്റീവ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെലക്റ്റീവ് എക്സ്പോഷർ ഉണ്ട്, പെർസെപ്ഷൻ ഉണ്ട്, റിട്ടൻഷൻ ഉണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കമ്മ്യൂണിക്കേഷൻ ഫിഡിലിറ്റി. ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ ആൻഡ് എഫക്റ്റീവ് പെർഫോമൻസ് ബൈ ഓൾ ഇറ്റ്സ് എലമെന്റ്. നമ്മളിപ്പോ എലമെന്റ്സ് ഏതൊക്കെയാന്ന് പഠിച്ചു, സോഴ്സ്, മെസ്സേജ്, ചാനൽ, റിസീവർ അല്ലെ. ഈ പറയുന്ന എല്ലാ എലമെന്റ്സും വളരെ നീറ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് തന്ന ഉത്തരവാദിത്തം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഫിഡിലിറ്റി അഥവാ ട്രൂത്ത്ഫുൾനെസ് ഓഫ് മെസ്സേജ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഫിഡിലിറ്റി എവിടെയായിരിക്കും കാണാം? നിങ്ങളോട് ഒരു വ്യക്തി നേരിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടും. നേരെ മറിച്ച് ഒരു ലെറ്ററിൽ എഴുതി വെച്ചു, ആ ലെറ്ററിൽ എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെ. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു നോക്കി, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു വോയിസ് മെയിൽ അയച്ചു, അല്ലെങ്കിൽ പിന്നെ ഒരു ഇൻസ്റ്റന്റ് മെസ്സേജ്, നമ്മുടെ വാട്സപ്പ് ഒക്കെ ഇൻസ്റ്റന്റ് മെസ്സേജിന്റെ എക്സാമ്പിൾ ആണ്, ഫോണിലൂടെ വിളിച്ചു അല്ലെങ്കിൽ വീഡിയോ ചാറ്റ്. പക്ഷെ നേരിട്ട് കാണുന്നതിന്റെ അത്രത്തോളം എഫക്ട് കിട്ടുന്നില്ല ഈ പറയുന്ന ടെക്നിക്കുകൾ അല്ലെ, ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഇത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഫിഡിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫിഡിലിറ്റി ഏറ്റവും കൂടുതൽ, അതായത് വളരെയധികം നീറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക നമ്മൾ പേഴ്സണൽ ആയിട്ട് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ്. ഇത് തന്നെയാണ് എക്സ്റ്റൻഷൻ പ്രൊഫഷണൽസിനുള്ള വലിയ ചലഞ്ച്. കാര്യം നമ്മളിപ്പോ സൈബർ എക്സ്റ്റൻഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫിഡിലിറ്റി, അതിന്റെ ട്രൂത്ത്ഫുൾനെസിന്റെ കേസ് വരുമ്പോഴേക്ക് നമ്മൾ ആൾക്കാരെ ഷോർട്ടേജ് നികത്താൻ വേണ്ടിയിട്ടാണ്, അതേപോലെ തന്നെ പെട്ടെന്ന് ടെക്നോളജി സിസ്റ്റത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇൻ പേഴ്സൺ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിലൂടെ വരുത്തുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് മാസ് മീഡിയക്ക് വരുത്താൻ പറ്റില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ഇതാക്കാനായിട്ട് പറ്റും, പക്ഷെ ഓരോ ഇൻഡിവിജ്വലിനെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെക്കാനായിട്ട് പറ്റില്ല. ഇൻ പേഴ്സൺ ആണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഫിഡിലിറ്റി, റിട്ടൺ ലെറ്റേഴ്സ് ആണ് ലോവസ്റ്റ് ലെവൽ ഓഫ് ഫിഡിലിറ്റി എന്നുള്ളത് ഓർത്ത് വെക്കാം. ഈ ഒരു പിരമിഡ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ ഫിഡിലിറ്റിന്റെ പിരമിഡ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പ്രോസസ് എന്താന്ന് നോക്കാം. എലമെന്റ്സ് നമ്മൾ പഠിച്ചു. അപ്പൊ ആദ്യം ഐഡിയ ജനറേറ്റ് ചെയ്തു, സോഴ്സിന്റെ ഭാഗത്ത് ഒരു ഐഡിയ കത്തി, ആ ഐഡിയനെ അവർ എന്താക്കുന്നു, വേർഡ്സോ പിക്ചർ രൂപത്തിലോ ഒക്കെ ആക്കി മാറ്റുന്നു. അതിനെ നമ്മൾ എൻകോഡിംഗ് എന്ന് പറയും. നമ്മൾ കോഡിനെ എഴുതി വെക്കുന്നു, എൻകോഡിംഗ്. ഇനി എന്ത് ചെയ്യുന്നു, ആ എൻകോഡ് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് ട്രാൻസ്മിറ്റ് ആയി റിസീവർ എന്ത് ചെയ്യുന്നു, അത് റിസീവ് ചെയ്യുന്നു. ആരുടെ അടുത്താണോ ആ മെസ്സേജ് എത്തേണ്ടത് അയാൾ അത് എന്ത് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു, അതിനെ പെർസീവ് ചെയ്യുന്നു. അതിന് ഫൈനൽ എന്ത് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു. ഈ ഉൾക്കൊള്ളുന്നു എന്നുള്ള പ്രോസസ് ആണ് ഡീകോഡിംഗിൽ വരുന്നത്. അയാൾ അത് റിസീവ് ചെയ്യുന്നു, അയാളുടെ കയ്യിലേക്ക് അത് എത്തുന്നു. ഒരു കത്താണെങ്കിൽ അയാൾ അത് റിസീവ് ചെയ്യുന്നു അല്ലെ. അതേപോലെ തന്നെ ഒരു മെസ്സേജ് അയാളുടെ അടുത്തേക്ക് എത്തുന്നതിനാണ് റിസീവിംഗ് എന്ന് പറയുന്നത്. അതിനെ പിന്നീട് പ്രോസസ് ചെയ്യുന്നതിനാണ് ഡീകോഡിംഗ്. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ് ഡീകോഡിംഗ്. അപ്പൊ ഐഡിയ, എൻകോഡിംഗ്, ട്രാൻസ്മിഷൻ, റിസീവിംഗ്, ഡീകോഡിംഗ് എന്ന് പറഞ്ഞ 5 സ്റ്റെപ്പിലായിട്ടാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്പ്രെഡ് ആയി കിടക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ലിസണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ലിസണിങ് ആർട്ട് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളൊരു നല്ല സുഹൃത്തിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് ഉൾക്കൊണ്ടതിന് ശേഷം പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ ചില ആൾക്കാർ പെട്ടെന്ന് തോക്ക് കയറി വെടിവെക്കാന്ന് പറയും, ഫുള്ള് കാര്യങ്ങള് കേൾക്കാനായിട്ട് നിൽക്കില്ല, അതിന് മുന്നേ ഉപദേശങ്ങൾ ലോഡ് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ലിസണിങ് സ്കിൽ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു അഗ്രികൾച്ചർ ഓഫീസർ ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങളുടെ എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല കർഷകർ അതിർത്തി തർക്കം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എല്ലാ ഭാഗവും കേൾക്കണം, കേട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാടുള്ളൂ. അപ്പൊ ലിസണിങ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ട് തന്നെയാണ്, കമ്മ്യൂണിക്കേഷന് സഹായകരമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ലിസണിങ്ങിന് 5 സ്റ്റേജ് ഉണ്ട്, അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക. ആദ്യം നമ്മൾ കാണും അല്ലെങ്കിൽ സെലക്ട് ചെയ്യും, സീയിങ് ഓർ സെലക്ടിങ്. പിന്നെ അതിനെന്ത് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും. ഇന്റർപ്രറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക.
അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. പിന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്യും, അതിനൊന്ന് വിലയിരുത്തും, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. പിന്നെ മെമ്മറി. ഇത്രയും കാര്യങ്ങളാണ് ലിസണിങ്ങിൽ വരുന്നത്. 5 സ്റ്റേജാണ് ഉള്ളത്. സീയിങ് ഓർ സെലക്ടിങ്, ഇന്റർപ്രറ്റിംഗ്, ഇവാലുവേറ്റിംഗ്, റെസ്പോണ്ടിങ്, മെമ്മറി. ലിസണിങ് ബാരിയേഴ്സുകൾ ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. നമ്മൾ കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ ഭാഗത്ത് പറ്റുന്ന ചില ബാരിയേഴ്സ് കാരണം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വീക്ക് ആവാറുണ്ട്. അപ്പൊ ആ ബാരിയേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ബാരിയർ ആണ് സൈക്കോളജിക്കൽ. പ്രീ ജഡ്ജ്മെന്റ് അഥവാ ഹേസ്റ്റി വാല്യൂഷൻ, പെട്ടെന്ന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. അല്ലെ ക്ലോസ് മൈൻഡഡ്നെസ്, മറ്റുള്ള എംപ്ലോയീസ് പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ. ഇൻഎബിലിറ്റി ടു പേ അറ്റൻഷൻ, നിങ്ങൾ അവർ പറയുന്ന മുഴുവൻ ശ്രദ്ധിക്കുന്നില്ല. പ്രജുഡൈസ്, എൻവി, ഡിസ്ലൈക്ക്, ഒരു വ്യക്തിയോട് നമുക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ആ വ്യക്തിനെ നമ്മൾ ഹെയ്റ്റ് ചെയ്യുന്നു, ഹെയ്റ്റഡ്നെസ്, അയാളുമായിട്ട് നമുക്കൊരു ഈഗോ ക്ലാഷ് വന്നിട്ടുണ്ട്. അല്ലെ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് കയറി വർത്താനം പറയാനുള്ള സ്വഭാവം അല്ലെങ്കിൽ ഉപദേശം കൊടുക്കാനുള്ള സ്വഭാവം, ഇതൊക്കെ സൈക്കോളജിക്കൽ ബാരിയറിൽ വരുന്നതാണ്. അപ്പൊ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഡിസ്ലൈക്ക്, ഹെയ്റ്റഡ്നെസ്, ഈഗോ പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തിന് ഉദാഹരണമാണ്? സൈക്കോളജിക്കൽ ബാരിയറിന്റെ ഉദാഹരണമാണ്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ പുറപ്പെടുവിപ്പിക്കുമ്പോൾ പുറമേന്ന് പോലെ കുറെ ഡിസ്ട്രാക്ഷൻസുകൾ വരും അല്ലെ. ചിലപ്പോ ഹോൺ അടിക്കുന്ന ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സൈറൺ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് പോയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ക്രാഷ് ആയതായിരിക്കാം. അങ്ങനെയുള്ള ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ, ലൗഡ് നോയ്സ്, പെട്ടെന്ന് ഒരു പ്രചാരണം, ഒരു ജാഥ പോയി, ഇതൊക്കെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും അല്ലെ. കമ്മ്യൂണിക്കേഷന് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാക്കിയേക്കാം. അത്തരത്തിലുള്ള എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന ഇതിനെയാണ് ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ, ലൗഡ് നോയ്സ്. ഇത് ചിലപ്പോൾ വിഷ്വലും ആയിരിക്കാം കേട്ടോ. ചിലപ്പോൾ ഭംഗിയുള്ള ഒരു വ്യക്തി പുറത്തുകൂടെ, ക്ലാസ്സിന് പുറത്തുകൂടെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പാസ് ചെയ്തോട്ടെ, ക്ലാസ്സിന് അകത്ത് നടക്കുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടെ താല്പര്യം പുറമേയുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്യാനായിരിക്കും അല്ലെ. വിഷ്വൽ ഡിസ്ട്രാക്ഷൻസും വരാം. അതൊക്കെ എൻവയോൺമെന്റൽ ബാരിയറിൽ വരുന്നു. അടുത്തത് ഇമോഷണൽ ഓർ പേഴ്സണൽ ബാരിയർ. അതായത് നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ചില സാഡ് മെമ്മറീസ്, ചില കുട്ടികളുടെ ഇടയിൽ ട്രോമ പോലെ അവരുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് അവര് പൊതുവെ മറ്റുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ഇരിക്കും. അത്തരത്തിലുള്ള ഇതിനൊക്കെയാണ് ഇമോഷണൽ ബാരിയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാഡ് മെമ്മറീസ്, ഫിയർ, ആങ്സൈറ്റി, ആങ്കർ, ഈ പറയുന്ന ഇഷ്യൂസുകളൊക്കെ ഇമോഷണൽ അഥവാ പേഴ്സണൽ ബാരിയറിൽ വരുന്നതാണ്. ഇമോഷണൽ ബാരിയറും സൈക്കോളജിക്കൽ ബാരിയറും നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. അപ്പൊ നമ്മുടെ ദേഷ്യം, സങ്കടം, സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമോഷണൽ വരുന്നു. അതല്ലാണ്ട് കുറച്ചും കൂടെ വേറിട്ട് നിൽക്കുന്ന മറ്റു പല കാര്യങ്ങൾ, ഡിസ്ലൈക്നെസ്, ഈഗോ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സൈക്കോളജിക്കൽ ബാരിയറിൽ വരുന്നു. സിമാന്റിക് ഓർ ലിംഗ്വിസ്റ്റിക് ബാരിയർ. നമ്മുടെ ക്ലാസ്സിൽ ഒരു അതർ സ്റ്റേറ്റ് സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അവര് ചിലപ്പോ കന്നഡയോ തമിഴ് പിന്നെയും കുഴപ്പമില്ല, തെലുങ്കോ, തെലങ്കാനയോ, ആന്ധ്രയോ, അങ്ങനെ ഏതെങ്കിലും ഏരിയയിൽ നിന്ന് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അവരുടെ ലാംഗ്വേജ് ഇസ് ഡിഫറെന്റ് ഫ്രം മലയാളം. അപ്പൊ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. തിരിച്ച് ആലോചിച്ച് നോക്കിക്കോ, നിങ്ങൾ മറ്റേതെങ്കിലും ഒരു അതർ സ്റ്റേറ്റിൽ പോയിട്ട് പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ ലാംഗ്വേജ് അറിയില്ല. ഇപ്പൊ മണിപ്പൂരി അതുപോലെയുള്ള മണിപ്പൂരിലോ അല്ലോ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇംഫാലിലോ വല്ലോ ആണ് പഠിക്കുന്നത് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സർവൈവ് ചെയ്യാനായിട്ട് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. കാരണം എന്താ? വാക്കുകളുടെ അർത്ഥം അറിയില്ല. അങ്ങനെയുള്ള വേർഡ്സിന്റെ മീനിങ്ങുകൾ അറിയാതിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോ സ്പീക്കറിന്റെ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് ആൻഡ് മാനറിസം. നമ്മുടെ മാസ് മീഡിയയിലെ ഏറ്റവും വലിയ ചലഞ്ച് ആണ് നമുക്കൊരു ഡയലക്റ്റ് ഇല്ല. അപ്പൊ കണ്ണൂർ പോയി കഴിഞ്ഞാൽ ഉള്ള സ്ലാങ് അല്ല എവിടെയുള്ളത്? ട്രിവാൻഡ്രത്തുള്ളത്. ആ സ്ലാങ് അല്ല തൃശ്ശൂർ ഉള്ളത്. ആ സ്ലാങ് അല്ല കോഴിക്കോട് ഉള്ളത്. എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഡയലക്ട്സും കൊളോക്കിയൽ ആയിട്ടുള്ള സ്റ്റൈലൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ സ്പീക്കറിന്റെ സ്റ്റൈല് മാറുന്നതനുസരിച്ച് ഓഡിയൻസ് നല്ല രീതിയിൽ പെർസീവ് ചെയ്യാതിരിക്കാം. അപ്പൊ ഇതും സിമാന്റിക് അഥവാ ലിംഗ്വിസ്റ്റിക് ബാരിയർ ആണ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന കാര്യമാണ് ജാർഗൺസുകൾ യൂസ് ചെയ്യുക. എന്താ ജാർഗൺസ്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ വേർഡ്സിനെയാണ് ജാർഗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നതിന് പകരം മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ അത് മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് എന്താണെന്ന് നല്ല രീതിയിൽ അറിയാം. പക്ഷെ ഒരു കോമണറിനെ സംബന്ധിച്ചിടത്തോളം കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് ഡിഫറൻസ് ഉണ്ടാവും ട്ടോ. ഇതെല്ലാം ഒന്ന് തന്നെയല്ല. മെഡിക്കൽ ടേംസിൽ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടാകാം. അതേപോലെ തന്നെ നമ്മൾ അഗ്രികൾച്ചറിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ്, നിയോനിക്കോട്ടിനോയിഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കടുകട്ടി പേരുകൾ ഉണ്ടല്ലോ ഇൻസെക്ടിസൈഡിലെ, അതെല്ലാം നമ്മളിങ്ങനെ നിരത്തി വെക്കാണ്. ഇമിഡാക്ലോപ്രിഡ്, തയമെതോക്സാം കുഴപ്പമില്ല, വേറെ ഏതൊരു ഫ്ലൂവെൻഡൈമൈഡ്, ക്ലോറാൻട്രാനിലിപ്രോൾ, ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ കർഷകർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. കാര്യം വളരെ
ടഫ് ആയിട്ടുള്ള ടെക്നിക്കൽ വേർഡ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈസി ആയിട്ട് നമ്മൾ ട്രേഡ് നെയിംസുകൾ യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ ജാർഗൺസുകൾ അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് അല്ലാതെ വരും. ഇനി ലാഗ് ടൈം, നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നീട്ടി വലിച്ചു കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെ വന്നാലും ബോറടിക്കും. വേർഡ്സുകൾ മിസ്പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റായിട്ടുള്ള രീതി സ്പെൽ ചെയ്ത് കഴിഞ്ഞാലൊക്കെ വരുന്ന ബാരിയേഴ്സിനെയാണ് സിമാൻറ്റിക് ഓർ ലിംഗ്വിസ്റ്റിക് ബാരിയർ. ഇപ്പൊ സിമാൻറ്റിക് ബാരിയർ എന്ന് ചിലപ്പോൾ അറിയായിരിക്കും, ലിംഗ്വിസ്റ്റിക് ഇതിന് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ ചോദ്യം വരാം. പിന്നെ സോഷ്യോ കൾച്ചറൽ ബാരിയർ. സോഷ്യോ കൾച്ചറൽ ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ വരുന്നത് ഇപ്പൊ സൗത്ത് സൈഡിൽ നിന്നാണ്, പോസ്റ്റിംഗ് കിട്ടിയത് നോർത്ത് സൈഡിലാണ്. അപ്പൊ അവിടെയുള്ള ആൾക്കാരുടെ ചിന്താഗതി, അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഡിഫറെന്റ് ആണ്. പേഴ്സണൽ സ്പേസ്, പബ്ലിക് സ്പേസ്, ഇതിലൊക്കെ വരുന്ന ബാരിയേഴ്സിനെയാണ് എന്ന് പറയുന്നത് സോഷ്യോ കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റത്തെ ബാരിയർ ആണ്, ലിസണിങ് ബാരിയർ ആണ് ഫിസിയോളജിക്കൽ ബാരിയർ. ഒരു ചെടിയുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ പോലെ തന്നെ നമുക്കും വരുന്ന പ്രോബ്ലംസ്. ചിലപ്പോൾ ഹിയറിംഗ് ഇമ്പയർമെന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക, 12 മണിക്ക് ശേഷമുള്ള ക്ലാസ് ഉണ്ടല്ലോ, അതിന്റെ ക്ലാസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇരിക്കാനായിട്ട്. നല്ലപോലെ വിശപ്പ് അതിന്റെ പീക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ തോന്നില്ല. ഇന്ന് എന്തായിരിക്കും കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന് നേരത്തെ പോകണം, എന്നിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങണം. പല തോട്ട് പ്രോസസ്സിൽ നമ്മള് മുഴുകിയിരിക്കുകയായിരിക്കും. ആ ക്ലാസ്സിലൊന്നും ആയിരിക്കില്ല. ഹങ്കർ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ ആയിട്ട് വരാം. ടയർഡ്നെസ്, നമ്മളിപ്പോ വളരെ ടയർഡാണ്, വണ്ടിയൊക്കെ ഓടിച്ചു വന്ന് നമുക്ക് കേൾക്കാനായിട്ടുള്ള ക്ഷമയും കാര്യങ്ങളും ഇല്ല. അപ്പൊ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ബോഡി പെയിൻ, എന്തെങ്കിലും ഫ്ലൂ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ ഒരു ബോഡി പെയിനിലാണെന്ന് വിചാരിക്കാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഉൾക്കൊള്ളില്ല. ഇത്തരം ബാരിയേഴ്സ് ഒക്കെ ഫിസിയോളജിക്കൽ വരുന്നു. സൈക്കോളജിക്കൽ, എൻവയോൺമെന്റ്, ഇമോഷണൽ, സിമാൻറ്റിക്, സോഷ്യോ കൾച്ചറൽ, ഫിസിയോളജിക്കൽ, 6 ലിസണിങ് ബാരിയേഴ്സ് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മോഡൽസിലേക്ക് കിടക്കാം. മോഡൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ നെറ്റ്വർക്ക് കൂടെ പരിചയപ്പെടാനുണ്ട് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും എന്താണെന്ന് പരിചയപ്പെട്ടു അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ പോകുന്ന കമ്മ്യൂണിക്കേഷനെ ഫോർമൽ എന്ന് പറഞ്ഞു. കുറച്ച് ഫ്രണ്ട്ലി മോഡിൽ പോകുന്നതിനെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കില് ആ ഫോർമലില് പല ടൈപ്പ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ആദ്യത്തെ നെറ്റ്വർക്ക് നോക്കാം. ആദ്യത്തെ നെറ്റ്വർക്ക് സിംഗിൾ ചെയിൻ. സിംഗിൾ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്പീരിയറിന് സബോർഡിനേറ്റ്, സബോർഡിനേറ്റിന് പിന്നെ നെക്സ്റ്റ് അതിന്റെ താഴെയുള്ള സബോർഡിനേറ്റ്, ഇങ്ങനെ ഒരു ചെയിൻ രൂപത്തിലാണ് പോകുന്നത്. നിങ്ങൾ ഈ പിക്ചർ കാണുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ചെയിൻ രൂപത്തിൽ കമ്മ്യൂണിക്കേഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതോ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് സിംഗിൾ ചെയിൻ എന്ന് പറയുന്നത്. ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുള്ളൂ. ക്ലിയർ ആണല്ലോ. അടുത്ത കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ് വീൽ ടൈപ്പ്. വീൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സുപ്പീരിയർ ഉണ്ടാവും. ആ സുപ്പീരിയറിന് എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻസുകൾ കൊടുക്കുന്നു അല്ലെ. വീലിന്റെ ടയറിന്റെ, നമ്മുടെ കാറിന്റെ വീലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നടുക്ക് ആ ഒരു പോർഷനിലേക്ക് ബാക്കിയെല്ലാം കണക്റ്റഡ് ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ എല്ലാ സബോർഡിനേറ്റ്സും ഈ സുപ്പീരിയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ സുപ്പീരിയർ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അല്ലാണ്ട് മറ്റുള്ള സബോർഡിനേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്നും സംസാരിക്കുന്നില്ല. അവർ സംസാരിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നമ്മൾ വീൽ എന്ന് പറയുന്നു. സർക്കുലർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒരു സർക്കിൾ മോഡിൽ ഇങ്ങനെ പോകുന്നത്. അതായത് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തി അയാളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളോട് സംസാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളോട് നമ്മൾ സംസാരിക്കില്ലേ, അഡ്ജസന്റ് ആൾക്കാരോട് സംസാരിക്കില്ലേ. അതേപോലെ ഒരു സർക്കിൾ രൂപത്തിലാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അഡ്ജോയിനിങ് പേഴ്സൺ ആയിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് സർക്കുലർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സിംഗിൾ ചെയിൻ പഠിച്ചു, വീൽ എന്താന്ന് പഠിച്ചു. വീൽ എന്ന് പറഞ്ഞാൽ നടുക്ക് നിന്ന് ബാക്കിയുള്ള ദിശയിലേക്കൊക്കെ, ബാക്കിയുള്ള ഡയറക്ഷൻസിലേക്കൊക്കെ സുപ്പീരിയർ എന്ത് ചെയ്യും, സബോർഡിനേറ്റിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. സബോർഡിനേറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സുപ്പീരിയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഡിസ്കഷൻ നടത്തുന്നില്ല. സർക്കുലർ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന 2 ആൾക്കാരോട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോകുന്നുള്ളൂ. അതൊരു സർക്കിൾ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ. ഇനി ഫ്രീ ഫ്ലോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഫ്രീ ഫ്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സിസ്റ്റത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടെങ്കിലും ഒക്കെ എന്ത് പറയും, ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്, പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ ഞാനിവിടെ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു പെന്റഗൺ ഷേപ്പിൽ വരച്ചത്. ഇതുപോലെയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ വരയ്ക്കാം. അതായത് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു രീതിയാണ് ഫ്രീ ഫ്ലോ. ഇനി ഇൻവേർട്ടഡ് വി ഉണ്ട്. ഇൻവേർട്ടഡ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബോർഡിനേറ്റ് അയാളുടെ സുപ്പീരിയർ ആയിട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതേപോലെ തന്നെ സുപ്പീരിയറിന്റെ സുപ്പീരിയർ, അതിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ താഴെയുള്ള രണ്ട് സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യുന്നു, തൊട്ട് മുകളിലുള്ള ആളോട് റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ മുകളിലുള്ള ആളെ അയാൾക്ക് എന്ത് ചെയ്യാം, വിളിച്ച് റിപ്പോർട്ട് ചെയ്യാം. സപ്പോസ് ഇപ്പൊ ബ്രാഞ്ച് മാനേജർ ആണെന്ന് വിചാരിക്കാം. ബ്രാഞ്ച് മാനേജർക്ക് എന്ത് ചെയ്യാം, ഏരിയ മാനേജറിനോട് റിപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ സോണൽ മാനേജറിനോട് റിപ്പോർട്ട് ചെയ്യാം. ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് വി എന്ന് പറയും. അതായത് വി അക്ഷരം നമ്മൾ തിരിച്ചു വെച്ച പോലെ ഇല്ലേ കാണാനായിട്ട്. അപ്പൊ 5 കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ് ഫോർമൽ ഉള്ളത്. ഏതൊക്കെയായിരുന്നു? സിംഗിൾ ഉണ്ട്, വീൽ ഉണ്ട്, സർക്കുലർ ഉണ്ട്, ഫ്രീ ഫ്ലോ ഉണ്ട്, ഇനി ഇൻവേർട്ടഡ് വി. ഇതേപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ ഇൻഫോർമലും പേരിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ്, ചില ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ സിംഗിൾ ചെയിൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ സിംഗിൾ സ്ട്രാൻഡ് എന്നാണ് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഒരു സീക്വൻസ് മോഡിൽ ഇങ്ങനെ പോകുന്നു, മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു. വ്യത്യാസമൊന്നും ഇല്ലേ? ഇൻഫോർമൽ രീതിയിലും ഇതുപോലെ സിംഗിൾ സ്ട്രാൻഡ് കാണാറുണ്ട്. പിന്നെ ഗോസിപ്പ് നെറ്റ്വർക്ക് ഉണ്ട്. ഗോസിപ്പ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നോൺ സെലക്റ്റീവ് ബേസിസിൽ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ ഇടയിലുള്ള ആൾക്കാരെ നമ്മൾ BBC എന്ന് പറയാറില്ലേ, ഇത്തരത്തിലുള്ള ആൾക്കാരെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് അങ്ങനെ ഇന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ പറയുള്ളൂ എന്നുള്ള പക്ഷഭേദം ഒന്നുമില്ല. അവർ കാണുന്നതും കേൾക്കുന്ന ആൾക്കാരെ എല്ലാവരുടെ അടുത്തും എന്ത് ചെയ്യുന്നു, ആ കാര്യം എത്തിക്കും, അല്ലെ, വിളമ്പും. അത്തരത്തിലുള്ള ആൾക്കാരെയാണ്, ആ ഒരു നേച്ചറിനെയാണ് ആക്ച്വലി ഗോസിപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നോൺ സെലക്റ്റീവ് ബേസിസിൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കിനെ ഗോസിപ്പ് നെറ്റ്വർക്ക് എന്ന് പറയും. കാണാൻ ഏകദേശം വീല് പോലെ ഉണ്ട്, പക്ഷെ നോൺ സെലക്റ്റീവ് ബേസിസ് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ആരോടും ഒരു പക്ഷഭേദമില്ല. ഇനി പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. പ്രോബബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഹെഡ് ഓർ ടെയിൽ നമുക്ക് 50-50 ചാൻസ് ആണ്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി നെറ്റ്വർക്കിൽ ഓരോ വ്യക്തികളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റാൻഡം ആയിട്ടാണ്. സപ്പോസ് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ആളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സോഴ്സ് എന്ത് ചെയ്യുന്നു, പല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതായത് ഇതിപ്പോ A ആണെന്ന് വിചാരിക്കാം. ABC, തൊട്ടിപ്പുറത്ത് D ഉണ്ട്, പക്ഷെ ഡിനോട് സംസാരിച്ചില്ല. ഈ ABCനോട് മാത്രമേ സംസാരിച്ചുള്ളൂ. അതുപോലെ ഈ A എന്ത് ചെയ്യുന്നു, വേറൊരാള് P ആണെന്ന് വിചാരിക്കാം, ആ Pന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ പ്രോബബിലിറ്റി, സംസാരിക്കാതിരിക്കാം, റാൻഡം ആയിട്ട് പല ആൾക്കാരിലേക്ക് എത്തുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. സിംഗിൾ സ്ട്രാൻഡും ഗോസിപ്പ് നെറ്റ്വർക്കും ഫോർമൽ പോലെ തന്നെ സിമിലർ ആയിരുന്നു. പ്രോബബിലിറ്റി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. പിന്നെ നമുക്ക് ക്ലസ്റ്റർ നെറ്റ്വർക്ക് ഉണ്ട്. ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്ലസ്റ്റർ ഫാമേഴ്സ് ഒക്കെ നമ്മൾ രൂപീകരിക്കും അല്ലെ, ഒരു ഫാമേഴ്സിന്റെ ഗ്രൂപ്പ് നമ്മൾ തരംതിരിക്കും, അവർക്ക് വേണ്ട ടെക്നോളജി കൊടുക്കുന്നു. അപ്പൊ ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലസ്റ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പറയുന്ന എക്സ് രൂപത്തിൽ എഴുതിയിരിക്കുന്ന ആളാണ് സോഴ്സ് എന്ത് ചെയ്യുന്നു, ഈ 3 പേരും ക്ലസ്റ്ററിന്റെ പാർട്ടാണ്. അപ്പൊ അവരിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചു, ബാക്കി 2 പേരും ക്ലസ്റ്ററിന്റെ പാർട്ടല്ല. ഇത് സംഭവിക്കാറുണ്ട്. പാടശേഖര സമിതിന്റെ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു, പാടശേഖര സമിതിയിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കുരുമുളക് സമിതിയിലുള്ള ആൾക്കാരെ അറിയിക്കില്ല, ബിക്കോസ് അവർ വേറെ ക്ലസ്റ്റർ ആണ്, അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ ക്ലസ്റ്റർ ബേസിസിൽ നടക്കുന്ന നെറ്റ്വർക്കിനെ ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ ഇൻഫോർമലില് 4 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഒന്ന് സിംഗിൾ ചെയിൻ, സിംഗിൾ ചെയിൻ അല്ല, സിംഗിൾ സ്ട്രാൻഡ്, 2 ഗോസിപ്പ് നെറ്റ്വർക്ക്, 3 പ്രോബബിലിറ്റി നെറ്റ്വർക്ക്, 4 ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മോഡൽസ് നോക്കാം. മോഡൽസ് വളരെ ബേസിക് ആയിട്ടുള്ള മോഡലാണ് അരിസ്റ്റോട്ടലിന്റെ മോഡൽ. നമുക്കറിയാം 380 BC ആ കാലഘട്ടത്തിലായിട്ട് അരിസ്റ്റോട്ടൽ പുറപ്പെടുവിച്ച അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത ഒരു മോഡലാണ് അരിസ്റ്റോട്ടലിന്റെ മോഡൽ. ഇതിന് SSA മോഡൽ എന്ന് പറയും. സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ്, SSA ചുരുക്കി പറയുന്നതാണ്. അരിസ്റ്റോട്ടൽ വളരെ സിമ്പിൾ ആയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു, ഒരു സ്പീക്കർ ഉണ്ട്, ആരാണ് മെസ്സേജ് കൈമാറുന്നത് അയാളെ സ്പീക്കർ എന്ന് പറയും. അയാൾ പറയുന്ന സംഭാഷണത്തിന് നമ്മൾ സ്പീച്ച് എന്ന് പറയും. അത് എവിടെയാണോ ചെന്നെത്തുന്നത് അതിന് ഓഡിയൻസ് എന്ന് പറയും. അപ്പൊ ഈ ഒരു രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അരിസ്റ്റോട്ടൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. ആ കാലഘട്ടത്തിൽ നമുക്ക് അധികം ടെക്നോളജീസ് ഒന്നും ഡെവലപ്ഡ് അല്ല, ഈ മോഡൽ സഫീഷ്യന്റ് ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. പക്ഷെ കാലത്തിനനുസരിച്ച് നമുക്ക് വേറെ പല കാര്യങ്ങളും കൂടി ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ എന്നുള്ളത് പല സോഷ്യോളജിസ്റ്റും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അതിന്റെ കോണ്ടെക്സ്റ്റുകൾ മാറി, സിറ്റുവേഷൻസുകൾ മാറി, അതിനനുസരിച്ച് പല പല മോഡൽസുകൾ വന്നു. അതുകൊണ്ടാണ് നമ്മൾ പല മോഡൽസും പഠിക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പൊ അരിസ്റ്റോട്ടലിന്റെ മോഡല് വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡല് ആണെന്ന് ഓർത്തു വെക്കുക. സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ് SSA മോഡൽ ആണെന്ന് ഓർത്തു വെക്കുക. അടുത്തത്
ഷാനൺ ആൻഡ് വീവർ മോഡൽ. ഷാനൺ ആൻഡ് വീവർ മോഡൽ 1949 പ്രപ്പോസ് ചെയ്തത്. ഇത് ഓർത്തു വെക്കാനുള്ള കോഡാണ് STSRT. സോഴ്സ്, ട്രാൻസ്മിറ്റർ, സിഗ്നൽ, റിസീവർ, ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് 5 എലമെന്റ്സ് ആണ് ഷാനൺ വീവർ മോഡലിലുള്ളത്. അപ്പൊ ഷാനൺ വീവർ മോഡലിന് നമ്മൾ STSRT എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മോഡലിന് കുറച്ച് പ്രത്യേകതകളും കൂടി ഉണ്ട്. ഇതാണ് മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞു. അതായത് മുമ്പ് ഒരു സോഷ്യോളജിസ്റ്റുകളും ഡിഫൈൻ ചെയ്യാത്ത ഒരു ആംഗിളിലാണ് ഷാനൺ ആൻഡ് വീവർ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. കമ്മ്യൂണിക്കേഷനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് മാത്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇൻഫർമേഷൻ തിയറിയാണ് അത്. നമ്മൾ ഫാം ഇൻഫർമേഷൻ ഒക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് എന്ത് ചെയ്തത്, അതിന് സപ്പോർട്ടായിട്ട് വന്നത്. ഓരോ ആൾക്കാരും അവരുടെ മോഡലിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുമല്ലോ. അപ്പം നമ്മുടെ ഷാനൺ വീവർ മോഡലിൽ ഒരു സോഴ്സ് ഉണ്ട്. സോഴ്സ് എന്ത് ചെയ്യുന്നു, മെസ്സേജ് ട്രാൻസ്മിറ്റർ വഴി കടത്തിവിടുന്നു. അത് ആ സിഗ്നൽ എന്ത് ചെയ്യുന്നു, റിസീവറിലേക്ക് എത്തുന്നു. റിസീവർ ആ മെസ്സേജിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതിനിടയിൽ നോയ്സ്, ഫീഡ്ബാക്ക് അതുപോലെയുള്ള ഘടകങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ നോയ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ഷാനൺ വീവർ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നോയ്സ് എന്ന് പറയുന്നത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നോയ്സ് ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് കമ്മ്യൂണിക്കേഷനും. ആ നോയ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാം എന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ തന്ന വ്യക്തിയാണ് ഷാനൺ ആൻഡ് വീവർ. അപ്പൊ ഷാനൺ വീവർ മോഡൽ മദർ ഓഫ് ഓൾ മോഡൽസ് ആണ്. മദർ ഓഫ് ഓൾ ബ്രാഞ്ചസ് ഓഫ് അഗ്രികൾച്ചർ, അഗ്രോണമി നമ്മൾ പഠിക്കുന്നില്ലേ, അതേപോലെ തന്നെ മദർ ഓഫ് ഓൾ മോഡൽസ് ആണ് ഷാനൺ വീവർ മോഡൽ. വളരെ ചാനൽ സെൻട്രിക് ആയിട്ടുള്ള രീതിയിലാണ് ഷാനൺ വീവർ മോഡൽ. ഈ ഷാനൺ വീവറിന്റെ മോഡലിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടലിന്റെ മോഡലാണ് കേട്ടോ. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടലിന്റെ മോഡൽ കഴിഞ്ഞപാട് ഷാനൺ വീവറിന്റെ മോഡലിനെ പറ്റി പറഞ്ഞത്. അതല്ലെങ്കിൽ വർഷാടിസ്ഥാനത്തിൽ നമുക്ക് ലാസ്വെലിന്റെ മോഡൽ ആദ്യം പറയണമായിരുന്നു. പക്ഷെ STSRT, സോഴ്സ്, ട്രാൻസ്മിറ്റർ, സിഗ്നൽ, റിസീവർ, ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കാം. അപ്പൊ അരിസ്റ്റോട്ടലിന്റെ മോഡലിൽ നിന്ന് കടം എടുത്തതാണ് ഷാനൺ വീവർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അരിസ്റ്റോട്ടലിന്റെ മോഡലില് സ്പീക്കർ എന്ന് പറഞ്ഞത് എന്തായി, ഷാനൺ വീവർ മോഡൽ എത്തിയപ്പോഴേക്ക് അത് സ്പീച്ചായി മാറി. പിന്നെ സ്പീച്ച് എന്ന് പറഞ്ഞു അല്ലെ അരിസ്റ്റോട്ടലിന്റെ മോഡല്, അത് ഷാനൺ വീവർ മോഡല് അതിനെ സിഗ്നൽ ആക്കി. ഓഡിയൻസ് എന്ന് പറഞ്ഞു അരിസ്റ്റോട്ടൽ, അത് ഷാനൺ വീവർ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റി. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഇടയ്ക്ക് ഒരു ട്രാൻസ്മിറ്ററും റിസീവറും കൂടെ ഷാനൺ വീവർ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ തിയറിക്ക് ആക്ച്വലി ഇൻഫർമേഷൻ തിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മോഡലാണ്, ഒരു ലീനിയർ മോഡലാണ് കേട്ടോ. ഇത് ലീനിയർ രീതിയിലല്ലേ ഇത് ഫ്ലോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഒരു എക്സാമ്പിൾ രൂപത്തിൽ പറഞ്ഞുതരാം. അപ്പൊ ഷാനൺ വീവർ മോഡൽ പഠിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു ബിസിനസ് മാൻ ഒരു മെസ്സേജ് ഫോൺ ടെക്സ്റ്റ് വഴി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫോൺ ടെക്സ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് ഫോൺ കോൾ ആക്കി മാറ്റാം കേട്ടോ. ഫോൺ കോൾ വഴി വർക്കറിനെ ഇൻഫോം ചെയ്യുന്നു. നമുക്കൊരു ബ്രാൻഡ് പ്രൊമോഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ വർക്കർ ഫുൾ ആയിട്ട് മെസ്സേജ് റിസീവ് ചെയ്തില്ല, പുറത്തെന്തോ പണി നടക്കുന്നു അല്ലെങ്കിൽ ഒരു ഇടിവെട്ടു അങ്ങനെ എന്തോ ചെയ്തു. അപ്പൊ മെസ്സേജ് ഇങ്ങനെയാണ് പോകുന്നത്. ബിസിനസ്സൻ പറഞ്ഞു, വി ഹാവ് എ മീറ്റിംഗ് അറ്റ് ദി ഓഫീസ്. പക്ഷെ ഈ 8 AM എന്നുള്ളത് നോയ്സ് കാരണം നമ്മുടെ വർക്കർ കേട്ടില്ല. അപ്പൊ വർക്കർ ഫീഡ്ബാക്ക് ആയിട്ട് ചോദിക്കുക, അറ്റ് വാട്ട് ടൈം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു റിപ്ലൈ കിട്ടണം അല്ലെ. 8 മണി എന്നുള്ളത് നമ്മൾ സമയം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ 9 മണിക്കോ 10 മണിക്കോ എത്തിക്കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്കൊന്ന് സോഴ്സ്, എൻകോഡർ, ചാനൽ, നോയ്സ്, ഡീകോഡർ, റിസീവർ ആരൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ സെൻഡർ എന്ന് പറയുന്നത് ആരാണ്, ബിസിനസ് മാൻ. എൻകോഡർ എന്ന് പറയുന്നത് ടെലിഫോൺ നെറ്റ്വർക്ക് കമ്പനി അല്ലെ, അവര് ആ വഴിയാണ് മെസ്സേജ് കൈമാറിയിരിക്കുന്നത്. ചാനൽ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് ആണ്. നോയ്സ് എന്തോ ഡിസ്ട്രാക്ഷൻ വന്നു, ഇടിവെട്ടി അല്ലെ, നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പൊ അതാണ് ഡിസ്ട്രാക്ഷൻ വന്നത്. ഡീകോഡർ ആരാണ്, ഡീകോഡർ മൊബൈൽ ഫോൺ ആണ് ഡീകോഡർ. റിസീവർ ആരാണ്, വർക്കർ. ഈ ഒരു രീതിയിലാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ ഫ്ലോ വരുന്നത്. സെൻഡർ, എൻകോഡർ, ചാനൽ, നോയ്സ്, ഡീകോഡർ, റിസീവർ. അപ്പൊ ഇതാണ് നമ്മുടെ ഷാനൺ വീവർ മോഡൽ. അപ്പൊ ഈ ഷാനൺ വീവർ മോഡലിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? നോയ്സ് എന്നൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡൽ STSRT മോഡലാണ്. അതുകൊണ്ട് നോയ്സിന് ഒഴിവാക്കിയ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാം എന്നുള്ളൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത്
ഷാനൻ വീവർ എക്സ്പ്ലെയിൻ ചെയ്തു. അന്ന് വരെ നോയ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ബാരിയേഴ്സിനെ പറ്റിയൊക്കെ പഠിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതാക്കാൻ ഒരു മുന്നോടിയായിട്ട് നിന്നൊരു മോഡലാണിത്. ഇതൊരു ടു വേ പ്രോസസ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ്, അരിസ്റ്റോട്ടലിന്റെ മോഡൽ വൺ സൈഡ് മാത്രം പോവായിരുന്നു അല്ലെ. ഇങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്നായിരുന്നു അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല, ടു വേ പ്രോസസ് ആണ് അല്ലെ. നമ്മൾ പറയുന്നതിന് ഉത്തരം റിസീവർ തരുന്നുണ്ട് അല്ലെ. ഫീഡ്ബാക്ക് ആയിട്ട് ചോദിച്ചില്ലേ അറ്റ് വാട്ട് ടൈം എന്ന്. അപ്പൊ ഒരു ടു വേ പ്രോസസ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ജനറൽ കമ്മ്യൂണിക്കേഷനിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഷാനൻ വീവർ പ്രൊപ്പോസ് ചെയ്തത്. ക്വാണ്ടിഫയബിൾ ആണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മാത്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ക്വാണ്ടിഫൈ ചെയ്യാം എന്നുള്ളതായിരുന്നു ഷാനൻ വീവറിന്റെ എക്സ്പ്ലനേഷൻ. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രീതി ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷന് ആപ്ലിക്കബിൾ അല്ല. കൂടുതലും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് മാത്രം ഒതുങ്ങി തീർന്നു ഈ മോഡൽ. പിന്നെ റിസീവറിന്റെ റോളോ പാസീവ് പാർട്ടാണ്. സെൻഡർ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുത്തോണ്ടേയിരിക്കും. പക്ഷെ റിസീവർ എന്താണ്, റിസീവർക്ക് ഒരു പാസീവ് പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ചൂണ്ടിക്കാണിച്ചു. നമ്മൾ ഏതൊരു മോഡൽ പഠിക്കുകയാണെങ്കിൽ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഫീഡ്ബാക്കിന് അധികം പ്രാധാന്യമില്ല. ഫീഡ്ബാക്ക് വളരെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് ആസ് കമ്പയർഡ് ടു മെസ്സേജ്. മിസ്ലീഡിങ്, മിസ്റെപ്രസെന്റേഷൻ ആണ് ഈ മോഡൽ എന്ന് പറഞ്ഞ് പല ആൾക്കാരും തർക്കിച്ചു. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊന്നും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ക്വാണ്ടിഫൈ ചെയ്തിട്ട് പല മോഡൽസുകളും ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് മാത്സ് ഉപയോഗിച്ചിട്ട് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളത് ഇപ്പത്തെ സൊസൈറ്റിക്ക് അറിയാം. പക്ഷെ 1949 അന്നുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പരിഹസിച്ചു. അതേപോലെ തന്നെ ഇതൊരു മിസ്റെപ്രസെന്റേഷൻ, തെറ്റായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്നുള്ള രീതിയിൽ അവകാശപ്പെട്ടു. പക്ഷെ പിന്നീട് കാലം തെളിയിച്ചു നല്ലൊരു മോഡൽ ആണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് SDSRD മോഡൽ. മാസ് കമ്മ്യൂണിക്കേഷനും അതുപോലെയുള്ള രീതിയിലുള്ള കോഴ്സുകളൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർ അതിലാണ് കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. അടുത്ത മോഡൽ ലാസ്വെലിന്റെ മോഡൽ. 1948 ലാസ്വെലിന്റെ മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഈ ലാസ്വെലിന്റെ മോഡലില് who, what, channel, whom, effect എന്ന് പറഞ്ഞ് ഈ 5 കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം. who ആരാണ്, നമ്മൾ കുറെ 5Ws വെച്ചിട്ടാണ് ഈ മോഡൽ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 5Ws അല്ല, വിച്ച്, ഇവിടെ ചാനൽ എഴുതിയ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, മീഡിയത്തിന് പകരം ഇവിടെ വിച്ച് എന്നായിരുന്നു വരേണ്ടത്. പ്രസന്റേഷൻ ഷെയർ ചെയ്യുമ്പോൾ തിരുത്താം. who, what, which, whom, effect. എഫക്റ്റ് എന്നുള്ളത് വാട്ട് എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പൊ 5 എലമെന്റ്സുകൾ ഉണ്ട്. അപ്പൊ 5 എലമെന്റ്സിന് ബേസ് ചെയ്തിട്ടാണ് ലാസ്വെലിന്റെ മോഡൽ. അപ്പൊ ഹൂ ആരാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുന്നത് അയാളെ സ്പീക്കർ എന്ന് പറയും. വാട്ട് എന്താണ് അയാൾ കൈമാറുന്നത്, അത് മെസ്സേജ് ആണ്. വിച്ച് വേ ചാനലിലൂടെ, ആരുടെ അടുത്തേക്ക്, ഹൂം ടു ഓഡിയൻസ്. അത് കാരണം അവർ എന്തോ ഒരു എഫക്റ്റ് നമ്മുടെ റിസീവറിൽ ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു സ്വാധീനം, ഒരു എഫക്റ്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ എഫക്റ്റിനെ സ്ട്രെസ് ചെയ്യുന്ന ഒരു മോഡലാണ് ലാസ്വെലിന്റെ മോഡൽ. മാസ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ഒരു പ്രക്രിയ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ലാസ്വെലിന്റെ മോഡൽ. ശരിയല്ലേ? നമ്മളിപ്പോ ഒരു സിനിമ കണ്ടു, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കില്ലേ അല്ലെ. ആ സിനിമ അങ്ങനെ വേണ്ടായിരുന്നു, അതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആക്കായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് തോന്നാറില്ലേ. ഒരു എഫക്റ്റ് ലീവ് ചെയ്തു. മാസ് കമ്മ്യൂണിക്കേഷൻ അതേ പ്രത്യേകത തന്നെയാണ്. TV റേഡിയോ പ്രോഗ്രാംസിനൊക്കെ ആ ഒരു എഫക്റ്റ് നമ്മുടെ മനസ്സിൽ ലീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ അതിനനുസരിച്ച് എഫക്റ്റും മാറും. അപ്പൊ ആ ഒരു രീതിയിലാണ് ലാസ്വെൽ അദ്ദേഹത്തിന്റെ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. 1960-കൾ വരെ മാസ് മീഡിയ റിസർച്ചിന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു ലാസ്വെലിന്റെ മോഡൽ. പിന്നീട് അതിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റു പല ബെറ്റർ ആയിട്ടുള്ള മോഡൽസുകളും വന്നു. 1948 5 Ws, who, what, which, whom, again what തന്നെയാണ് എഫക്റ്റ്. അത്രയും ഓർത്ത് വെക്കാം. പിന്നെ ഷ്രാമിന്റെ മോഡലായിരുന്നു പിന്നെ വന്നത്. ഈ മോഡലിന് മറ്റൊരു കോഡ് ഭാഷയിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് SESDD എന്നാണ്. SESDD മോഡലിനെയാണ് ഷ്രാം മോഡൽ എന്ന് പറയുന്നത്. 5 എലമെന്റ് ആണ് ഉള്ളത് കേട്ടോ. സോഴ്സ്, എൻകോഡർ, സിഗ്നൽ, ഡീകോഡർ, ഡെസ്റ്റിനേഷൻ. അപ്പൊ ഓരോ മോഡലും അതിന്റെ കോണ്ടെക്സ്റ്റിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പല മോഡൽസ് പഠിക്കേണ്ടി വരുന്നത് അല്ലെ. 1961 ഷ്രാം പ്രപ്പോസ് ചെയ്ത മോഡലാണ് SESDD മോഡൽ. അപ്പൊ ഷ്രാം മറ്റുള്ള മോഡൽസിന് എന്തെങ്കിലും വ്യത്യാസം വേണം അല്ലേ, എന്നാലല്ലേ നമുക്കൊരു ന്യൂ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പൊ ഷ്രാമിന്റെ മോഡലിലാണ് ആക്ച്വലി
ഡെസ്റ്റിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞതും അതേപോലെ തന്നെ റിവാർഡ്സിനെ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു മോഡലാണ് സ്ട്രാമിന്റെ മോഡൽ. വളരെയധികം റൂഡിമെന്ററി ആയിട്ടുള്ള ഒരു മോഡലാണ്. ഈ മോഡലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡലിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു അനുഭവം അത് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരിക്കൽ നമ്മളിപ്പോ ആരോടെങ്കിലും ചൂടായിട്ട് എന്തെങ്കിലും സംസാരിച്ചെന്ന് വിചാരിക്കുക, അതിന്റെ ആഫ്റ്റർമാത്ത് ആയിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ ആ രീതിയിൽ സംസാരിക്കില്ല അല്ലെ. അപ്പൊ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് നമ്മൾ പിന്നീടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രൊസീഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ശ്രാം എക്സ്പ്ലെയിൻ ചെയ്തത്. ആ എക്സ്പീരിയൻസ് മാത്രമല്ല കേട്ടോ, ശ്രാം മറ്റൊരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഇവിടെ കണ്ടോ ഒരു ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്, ഒരു ഓറ പോലെ. ഇപ്പൊ ഞാൻ ആക്ച്വലി നിങ്ങളോട് വിളിച്ചു പറയാം, ഒരു പാർട്ടി ഉണ്ട്, നമുക്ക് നാളെ വൈകുന്നേരം 8 മണിക്ക് നമുക്ക് എല്ലാവർക്കും അവിടെ പോകണം, അടിച്ചു പൊളിക്കണം എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ ഒരു എക്സാം ഉണ്ട്, 2+1 കോഴ്സിന്റെ എക്സാം ഉണ്ട്. അപ്പൊ അതിന് പഠിക്കണം. സോറി, അത് പാർട്ടിക്ക് വരാൻ പറ്റില്ല. രണ്ടുപേര് രണ്ട് മോഡിലാണുള്ളത് അല്ലെ. ഒരാൾ വളരെയധികം എൻജോയ്മെന്റ് മോഡിലാണ്, മറ്റേ ആളാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, എക്സാമിന്റെ സ്ട്രെസ് കാരണമാണ് ഉള്ളത്. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവില്ല. നമ്മൾ രണ്ടുപേരും അതായത് സോഴ്സും ഡെസ്റ്റിനേഷനും ഷെയർ ചെയ്യുന്നത് സെയിം ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ ഭാഗത്ത് കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ഏതൊക്കെ മെസ്സേജ് ആണോ വരുന്നത് അതായിരിക്കും വളരെ എഫക്റ്റീവ് ആയിട്ട് നടക്കുക. അപ്പൊ നമുക്ക് ഒരു വ്യക്തിനെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം, മറ്റേ വ്യക്തിക്കും അതേപോലെ തന്നെ ആ വ്യക്തിനെ ഇഷ്ടമല്ല. അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ സെക്കൻഡ് പേഴ്സൺ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഉൾക്കൊള്ളില്ല. പക്ഷെ ഇഷ്ടമല്ലാത്ത പോർഷൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ അതിനെ പറ്റി ഹൈലൈറ്റ് ചെയ്ത് പറയൂലേ. ബിക്കോസ് വി ബോത്ത് ഷെയർ സെയിം ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ സെയിം ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഏരിയയിൽ വരുന്ന ആ കോൺവെർസേഷൻ അതായിരിക്കും എഫക്റ്റീവ് ആവുക എന്നുള്ള രീതിയിലാണ് ശ്രാമിന്റെ മോഡൽ പറഞ്ഞിരിക്കുന്നത്. ശ്രാമിന്റെ മോഡൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സെൻഡറും റിസീവറും എന്ത് ചെയ്യുന്നു, വളരെയധികം എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. എൻകോഡർ, ഡീകോഡർ, ട്രാൻസ്മിറ്റർ, ഇന്റർപ്രറ്ററിന്റെ റോളുകളൊക്കെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് സ്വാപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ശ്രാമിന്റെ മോഡൽ. 2-way പ്രോസസ് ഏതായിരുന്നു? നമ്മുടെ ഷാനൻ വീവർ മോഡലാണ്. ഇന്ററാക്റ്റീവ് പ്രോസസ്സും ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞത് ആരായിരുന്നു? ശ്രാമിന്റെ മോഡൽ. നോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഷാനൻ വീവറിന്റെ മോഡൽ. അപ്പൊ ആ രീതിയിൽ ഓരോ കമ്മ്യൂണിക്കേഷനും എന്തൊക്കെ എലമെന്റ്സ് ആണ് പുതുതായിട്ട് കൊണ്ടുവന്നത് എന്നുള്ളത് ഓർത്തു വെക്കാം. ഇവിടെയുള്ള ഏരിയസിലൊക്കെ ഉള്ള വർഷങ്ങൾ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാലും 60-ന് ശേഷം വന്ന് 70-ന് ശേഷം വന്ന മോഡൽ എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് വാല്യൂസുകൾ ഉൾപ്പെടുത്തുന്നത്. അതങ്ങനെ മറ്റുള്ള മോഡൽസ് പോലെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഇയേഴ്സ് പഠിക്കുന്ന പോലെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണ്ട കേട്ടോ. അടുത്ത മോഡലാണ് ഡേവിഡ് ബെർലോ മോഡൽ. ബെർലോന്റെ മോഡല് 4 എലമെന്റ്സ് ആണ് ഉള്ളത്: സോഴ്സ്, മെസ്സേജ്, ചാനൽ, റിസീവർ. ചില ബുക്കില് SEMCDR എന്ന് എഴുതാറുണ്ട്. സോഴ്സ്, എൻകോഡർ, മെസ്സേജ്, ചാനൽ, ഡീകോഡർ, റിസീവർ. ഈ പറയുന്ന എല്ലാം കൂടെ വന്നിട്ട് 6 എലമെന്റ്സ് ആണെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ബേസിക് ആയിട്ടും ഈ 4 എലമെന്റ്സ് ആണ് SMCR മോഡൽ എന്നറിയപ്പെടുന്ന ഡേവിഡ് ബെർലോന്റെ മോഡലുള്ള. അപ്പൊ ഡേവിഡ് ബെർലോന്റെ മോഡലില് സോഴ്സും അതേപോലെ തന്നെ റിസീവറിനും ഒരേ തരത്തിലുള്ള സ്വഭാവം വേണമെന്ന് ബെർലോ പറഞ്ഞു. എന്തൊക്കെയാ കാര്യത്തിലാ? കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിട്ടോ. എൻകോഡിങ് ഡീകോഡിങ് സ്കില്ലുകൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ നോക്കി അല്ലെ. രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള നോളജ്, ആറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ ഒരേ സോഷ്യൽ സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ, അവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരേ ടൈപ്പ് കൾച്ചർ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും എന്നുള്ള രീതിയിൽ ഡേവിഡ് ബെർലോ പറഞ്ഞു. അതേപോലെ തന്നെ ഡേവിഡ് ബെർലോ പറഞ്ഞു എന്ത്, മെസ്സേജിന് കുറച്ച് ഡയമെൻഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ 3 ഡയമെൻഷൻസ് പഠിച്ചു, 5 എണ്ണം വരുന്നുണ്ട്. ഒന്ന് കോഡ്, ആ സിസ്റ്റം ഓഫ് സിഗ്നൽസിനെയാണ് കോഡ് എന്ന് പറയുന്നത്. 2 കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളടക്കം എന്താണോ പ്രസക്തിയുള്ള ഇൻഫർമേഷൻ ഉള്ളത് അതിനാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടിച്ചേരുന്ന എല്ലാ പാർട്സിനെയാണ് എലമെന്റ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ്, നമ്മൾ എങ്ങനെയാണോ ആ മെസ്സേജിനെ കൈകാര്യം ചെയ്യുന്നത് അതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എങ്ങനെയാണോ ഓർഗനൈസ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾ ഒരു എക്സാം എഴുതാന്ന് വിചാരിക്കാം, 10 മാർക്കിന്റെ എസ്സേ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ആ സാധനത്തിന് ഓർഗനൈസ് ചെയ്യുന്നത്, പോയിന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ, അതിന് ബോഡി, അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അല്ലെ ആ ഒരു ഇതുള്ളത്. ആ രീതിയിൽ നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നതിനാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മെസ്സേജിനുണ്ട് എന്നുള്ള രീതിയിൽ ബെർലോ പറഞ്ഞു.
ബെർലോ പിന്നെ പറഞ്ഞു ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രാൻസ്മിഷൻ ലൈൻ മാത്രമല്ല, അല്ലാണ്ട് മറ്റു പല രീതികളും ഉണ്ട്. നമ്മൾ കാണുന്നത് അതൊരു ചാനലാണ് അല്ലെ, നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ ടച്ച്, നമ്മുടെ സ്മെൽ അല്ലെ, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് മുന്നേ നമ്മൾ സ്മെൽ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ടേസ്റ്റ്, ഈവൻ അമ്മമാരുടെ സ്നേഹം നമുക്ക് ടേസ്റ്റിലൂടെ ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാവില്ല. ഹോസ്റ്റലിൽ പോയി നിന്നാലേ അറിയുള്ളൂ വീട്ടിലെ അമ്മയുടെ ഫുഡിന്റെ ടേസ്റ്റ് അല്ലെ. ആ രീതിയിലൊക്കെ ചാനലുകൾ ഉണ്ട് എന്നുള്ള രീതിയിലും ഡേവിഡ് ബെർലോ പറഞ്ഞു. അപ്പൊ ബെർലോന്റെ മോഡല് പെർസുവേസീവ് അഥവാ ഇൻഫ്ലുവൻസ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പെർസുവേഡ് ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ആ മോഡലിനെ ആസ്പദമാക്കിയിട്ടാണ് ഡേവിഡ് ബെർലോന്റെ മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഈ മോഡലിൽ പ്രത്യേകിച്ച് ഫീഡ്ബാക്ക്, എഫക്റ്റ് അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഫീഡ്ബാക്ക് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. എഫക്റ്റ് എന്ന് പറയുന്ന ലാസ്വെലിന്റെ മോഡലിൽ കുറച്ച് ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യമാണ്. ഈ മോഡല് ലീനിയർ മോഡലാണ്, ടു വേ പ്രോസസ് അല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. പിന്നെ രണ്ട് വ്യക്തികളും സോഴ്സും റിസീവറും സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസ്, ഫാക്ടേഴ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് നടക്കുക. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ, ഇതെല്ലാം ഒത്തുചേർന്ന് കഴിഞ്ഞാലേ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ നോക്കി. ഇത്രയാണ് ഡേവിഡ് ബെർലോന്റെ മോഡൽ. അടുത്ത മോഡൽ ലീഗൻസിന്റെ മോഡൽ. ലീഗൻസിന്റെ മോഡൽ 1963 ലീഗൻസ് പ്രപ്പോസ് ചെയ്ത മോഡലാണ്. നമുക്കറിയാം ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ ലീഗൻസ് ആണ്, JP ലീഗൻസ് ആണ്. അപ്പൊ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത മോഡല് 6 എലമെന്റ്സ് ഉണ്ട് കേട്ടോ. CMC ടാർ എന്ന് പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മോഡലിനെ നമ്മൾ ചുരുക്കി ഓമന പേര് കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റർ, മെസ്സേജ്, ചാനൽ, ട്രീറ്റ്മെന്റ്, ഓഡിയൻസ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് 6 എലമെന്റുകളാണ് ലീഗൻസിന്റെ മോഡലുള്ളത്. 6 എലമെന്റ്സിൽ ഒരു നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്ററിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജ് അയക്കാൻ പറ്റും. അയാൾ അത് പ്രോപ്പർ ചാനലിലൂടെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഓഡിയൻസിന് എത്തിക്കും. ആ ഓഡിയൻസ് എന്ത് ചെയ്യുന്നു, ഒരു ഓഡിയൻസ് റെസ്പോൺസും കൂടെ തരും. അതോടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സോടെ ടെർമിനേറ്റ് ആയി. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ടെർമിനേറ്റിംഗ് എലമെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താണ്, ഓഡിയൻസ് റെസ്പോൺസ്. ഈ രീതിയിൽ ലീഗൻസിന്റെ മോഡലുമായിട്ട് ഒത്തുചേരുന്ന രീതിയിലാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ ഓരോ മോഡൽസിനും ഓരോ രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഫാം ആൻഡ് ഹോം ബ്രോഡ്കാസ്റ്റിംഗ് പോലെയുള്ള ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഷാനൺ വീവർ മോഡൽ യൂസ് ചെയ്തു. മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലാസ്വെലിന്റെ മോഡൽ പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തു. ഓഡിയൻസ് റെസ്പോൺസ് ആണ് ലീഗൻസിന്റെ മോഡലിന്റെ കുത്തക അല്ലെങ്കിൽ പ്രത്യേകത. അടുത്തൊരു മോഡലാണ് റോജേഴ്സ് ആൻഡ് ഷൂമേക്കറിന്റെ മോഡൽ. റോജേഴ്സ് ആൻഡ് ഷൂമേക്കർ 1973 പ്രപ്പോസ് ചെയ്ത മോഡലാണ് SMCRE, സോഴ്സ് മെസ്സേജ് ചാനൽ റിസീവർ എഫക്റ്റ്. അപ്പൊ ഈ എഫക്റ്റ് എന്ന് പറയുന്ന രണ്ട് മോഡൽസിലുണ്ട്. ഒന്ന് ലാസ്വെലിന്റെ മോഡലിലുണ്ട്, ഒന്ന് എവിടെയുണ്ട്, റോജേഴ്സ് ആൻഡ് ഷൂമേക്കറിന്റെ മോഡലുണ്ട്. അപ്പൊ റോജേഴ്സ് പറഞ്ഞ വളരെ സിമ്പിൾ ആണ്. നമ്മൾ കുറെ നേരമായില്ലേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് പഠിക്കുന്നു, പല മോഡൽസ് പരിചയപ്പെടുന്നു. അപ്പൊ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റോജേഴ്സ് ആൻഡ് ഷൂമേക്കർ പറഞ്ഞ പ്രകാരം സോഴ്സ് എന്ത് ചെയ്യുന്നു, മെസ്സേജ് പല ചാനൽ വഴി ഇൻഡിവിജ്വൽ റെസ്പോൺസിലേക്ക് എത്തിക്കുന്നു, റിസീവറിലേക്ക് എത്തിക്കുന്നു. അത് കാരണം എന്തൊക്കെയോ എഫക്റ്റ് മാറ്റങ്ങൾ നമ്മുടെ റിസീവറിന് സംഭവിക്കുന്നു. ആ എഫക്റ്റ് അവരുടെ ബിഹേവിയർ പാറ്റേൺസിൽ ചെലുത്തുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, അതിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ് റോജേഴ്സ് ആൻഡ് ഷൂമേക്കർ അവരുടെ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്ത SMCRE മോഡൽ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യം നമുക്കൊരു MCQ കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, distortion type wherein extra and unwanted information are supplied along with a message. ഏതായിരിക്കും, ഫോഗ് ആണോ, മിറാഷ് ആണോ, സിസ്റ്റമാറ്റിക് ആണോ, സ്ട്രെച്ച് ഡിസ്റ്റോർഷൻ ആണോ? എക്സ്ട്രാ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അപ്പം മസാല ഓർത്ത് വെക്കണം. മസാല ആണെങ്കിൽ അത് മിറാഷ് ആണ് അല്ലെ. മിറാഷിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്ട്രാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്റ്റോർഷൻ എന്ന് പറയാം. ഫോഗ് എന്തായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ഇൻഫർമേഷൻ ലോസ് കാണുന്ന ഡിസ്റ്റോർഷൻ ആണ്. പക്ഷെ ഇൻഫർമേഷൻ ലോസ് എന്നതിന്റെ മാക്സിമം പീക്കിൽ വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസ്റ്റോർഷൻ ആണ് മിറാഷ്. സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ എന്താണ്, എക്സ്റ്റൻഷൻ വർക്കേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയാണ്. അതിനെ നീട്ടി വലിച്ച് അതിനെ ഒന്ന് റീഓർഗനൈസ് ചെയ്ത് മോഡി പിടിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഓർ സ്ട്രെച്ച് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ.
നമ്മൾ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കി. കമാൻഡ് ചെയ്യാണോ, ഇൻസ്ട്രക്ട് ചെയ്യാണോ, ഇൻഫ്ലുവൻസ് ചെയ്യാണോ, ഇന്റഗ്രേറ്റ് ചെയ്യണോ? ഇത് പല രീതിയിൽ പർപ്പസിന്റെ ഭാഗത്തും നമ്മൾ പറഞ്ഞിരുന്നു. ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് അഥവാ പെർസുവേഡ് ചെയ്യുക. അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പെർസുവേഡ് ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്തത്തോടെ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ സ്ട്രെസ് ചെയ്യുന്ന രീതിയിൽ ഇറക്കിയ മോഡൽ ഏതാണ്? ബെർലോന്റെ മോഡലാണ് കേട്ടോ. ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പെർസുവേസീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ സ്ട്രെസ് ചെയ്ത ഒരു മോഡലാണ് ബെർലോന്റെ മോഡൽ, SMCR മോഡൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ബാക്കിയെല്ലാം ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് തന്നെ, പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള ഒരു വ്യക്തിനെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് എക്സ്റ്റൻഷൻ പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം. അടുത്ത ചോദ്യം, യൂസ് ഓഫ് ഡിഫിക്കൽട്ട് വേർഡ്സ് ഇൻ എ സ്പീച്ച് റിസൾട്ട്സ് ഇൻ. കടുകട്ടി വാക്കുകൾ നമ്മൾ ഒരു സ്പീച്ചിൽ ഉപയോഗിക്കുന്നതിന് എന്ത് പറയും? കടുകട്ടി വാക്കുകൾ നമ്മൾ ജാർഗൻസ് എന്നാണ് പറഞ്ഞത് അല്ലെ. അങ്ങനെ ജാർഗൻസുകൾ കൂടുതലും യൂസ് ചെയ്യുന്ന ബാരിയർ എന്താണ്? ചാടിക്കയറി എക്സാമിന് ഉത്തരം കുത്താൻ പാടില്ല. ഇമോഷണൽ ആണോ, ലിംഗ്വിസ്റ്റിക് ബാരിയർ ആണോ, സിമാന്റിക് ബാരിയർ ആണോ, ബോത്ത് BNC ആണോ? പെട്ടെന്ന് നമ്മൾ സിമാന്റിക് ബാരിയർ കാണും, സിമാന്റിക് ബാരിയർ കറുപ്പിക്കാൻ പോകും. ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്ന് പറയുന്നത് സിമാന്റിക് ബാരിയറിന് പറയുന്ന മറ്റൊരു പേരാണ്. അപ്പൊ ബോത്ത് BNC ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ പേരും കൂടെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. ലിംഗ്വിസ്റ്റിക് ആൻഡ് സിമാന്റിക് ബാരിയർ ആണ് ഡിഫിക്കൽട്ട് വേർഡ്സ് സ്പീച്ചിൽ ഉപയോഗിക്കുന്നതിന് പറയുന്ന ഒരു ബാരിയർ. അടുത്ത, സിസ്റ്റം ഓഫ് സിഗ്നൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് എന്തുണ്ട്? 3 ഡയമെൻഷൻസ് ഉണ്ട്, നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. കോഡ്, കണ്ടന്റ്, ട്രീറ്റ്മെന്റ്. അപ്പൊ ആ സിസ്റ്റം ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത് എന്താണ്? കോഡാണ് അല്ലെ. കോഡ് ഭാഷ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയില്ലേ. അപ്പൊ സിസ്റ്റം ഓഫ് സിഗ്നൽസ് ആണ് കോഡ്. അതിന്റെ ഉള്ളടക്കം, അതിനെ കണ്ടന്റ് എന്ന് പറയും. നമ്മൾ എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്യുന്നത് അതിനെ ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഇനി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എലമെന്റ് ഓഫ് ലീഗൻസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ? ലീഗൻസിന്റെ മോഡലിൽ വരുന്ന എലമെന്റ് ഏതാണ്? സെൻഡർ, റിസീവർ, ട്രാൻസ്മിറ്റർ, കമ്മ്യൂണിക്കേറ്റർ. ആരായിരിക്കും? കമ്മ്യൂണിക്കേറ്റർ ആണ് അല്ലെ. CMC ടാർ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ലീഗൻസിന്റെ മോഡൽ ഷോർട്ട് ഫോം ആയിട്ട് പഠിച്ചത് അല്ലെ. അപ്പൊ CMC ടാർ കമ്മ്യൂണിക്കേറ്റർ ആണുള്ളത്. ലീഗൻസിന്റെ മോഡലിൽ ഇങ്ങനെ സെൻഡർ, റിസീവർ എന്ന് പറഞ്ഞ 2 സാധനങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലല്ല ലീഗൻസ് എക്സ്പ്ലെയിൻ ചെയ്തത്. കമ്മ്യൂണിക്കേറ്റർ തന്നെ സെൻഡറിന്റെ സ്വഭാവം എടുക്കും, ചില സിറ്റുവേഷൻസിൽ റിസീവറിന്റെ സ്വഭാവം എടുക്കും. ഒരു ഇന്റർപ്ലേ ഉണ്ട്. ആ ഒരു രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നൊരു കോൺസെപ്റ്റും കൂടെ ലീഗൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല. അപ്പൊ സെൻഡർ ആവാം, ഈ സെൻഡർ തന്നെ ചില സിറ്റുവേഷൻസിൽ റിസീവർ ആവാം എന്നുള്ള രീതിയിൽ ഒരു ഇന്റർപ്ലേ നടക്കും. അതുകൊണ്ട് സെൻഡർ, റിസീവർ എന്നുള്ള പേരുകൾ വിളിച്ച് കളിക്കാണ്ട് നമുക്ക് അവരെ കമ്മ്യൂണിക്കേറ്ററിന് ജനറൽ ആയിട്ട് വിളിക്കാം എന്നുള്ള രീതിയിലാണ് ലീഗൻസ് പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന പോയിന്റ്സുകൾ. ഇനി കമ്മ്യൂണിക്കേഷൻ തിയറി ഉണ്ട്. കുറച്ച് തിയറീസുകൾ ഉണ്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള തിയറി. ഇതിന് പുറമെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്നിപ്പറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അതായത് ഏതൊക്കെ മോഡൽസുകൾ, അതിന്റെ ഷോർട്ട് അക്രോഡിങ് സ്റ്റൈലുകളും തിയറീസിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട പോയിന്റും ഉണ്ട്. അതും കൂടെ നമുക്ക് അടുത്തൊരു ചെറിയ ക്ലാസ് ആയിട്ട്, ഒരു സപ്ലിമെന്ററി നോട്ട് മെറ്റീരിയൽ ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് എങ്ങനെയാന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ അതിനുള്ള ഉത്തരങ്ങളും എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.